ഹലോ ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? ഇപ്പം നമ്മളെ യുണീക് ടോക്ക് 29 ആണല്ലേ. നമ്മൾ കണ്ടിന്യൂസ് ആയി ഓരോ സാറ്റർഡേയ്സും ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് വരാറുണ്ട്. പല ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് വരാറുണ്ട്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ജിസ്മി മാം ആണ് സെഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മുന്നേ നമ്മളൊരു യുണീക് ടോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ആള് ഭയങ്കര പവർഫുൾ സാധനമൊക്കെ ഇട്ട് പോയൊരു മാം ആണ്. പിന്നെ എല്ലാവരും വീഡിയോ മോഡിൽ വരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കേട്ടോ. നമ്മളെപ്പോഴും പറയലുണ്ട്, നമ്മളെ മൈൻഡിന് ടെൻഡൻസി ഉണ്ടാവും അറിയാതെ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ക്ലാസ്സിലൊരു ഇൻസ്ട്രക്ഷൻ പോലെ ഫസ്റ്റ് നമ്മൾ പറയലുണ്ട്, എല്ലാം അറിയുന്ന ഒരാളായിട്ടിരിക്കാതെ എന്തൊക്കെയോ ഇനിയും എനിക്ക് അറിയാനുണ്ട് എന്നൊരു മെന്റാലിറ്റിയിൽ എല്ലാവരും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്നാൽ നമുക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ആരും ജഡ്ജ് ചെയ്യാനൊന്നുമല്ല ഇരിക്കുന്നത്. നമ്മളിരിക്കുന്നത് എന്താണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ നിങ്ങളെ കൂടെ പഠിച്ചു വരികയാണ്. നമ്മൾ എക്സസൈസറൊക്കെ എപ്പോഴും പറയലുണ്ടല്ലോ, ഇപ്പോഴും ലേണിംഗ് എന്നുള്ള പ്രോസസ്സിലാണ് നമ്മളുള്ളത്. ഇപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുക. അന്ന് ഭയങ്കര പവർഫുൾ സെഷൻ ആയിരിക്കും. മാമിനെ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആണ്. തെസ്നി ബാനു എന്നാണ് പേര്. തെസ്നി ത്രൈവ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അറിയുന്നുണ്ടാവും നിങ്ങൾ. നിക്കാബ് ഇട്ടിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ട് നമുക്ക് ഓരോ എന്താ പറയുക ഇൻസൈറ്റ് ഉള്ള തോട്ട്സ് ഒക്കെ തരുന്ന ഒരാളില്ല. അതാണ് തെസ്നി മാമ. നമ്മളെ ടീമിൽ തന്നെ മെമ്പറാണ്. 3 ഇയേഴ്സ് ആയി അഫ്സൽ സാറെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ് നമ്മൾ യൂണിക്നെസ് ഫെസ്റ്റിൽ വന്ന് ഭയങ്കര മാജിക് ഒക്കെ സൃഷ്ടിച്ച ഒരാളായിരുന്നു കേട്ടോ. ഇവിടെ അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും. ഇൻസ്റ്റന്റ് ഹീലിംഗ് ആണ് ആളെ. മാഷാഅല്ലാ, ആളെ മെഡിറ്റേഷൻ ഒക്കെ ഉണ്ടാവാറ്. അപ്പൊ ഇന്ന് മെഡിറ്റേഷനെ കുറിച്ചും മറ്റു കൂടുതൽ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പറഞ്ഞു തരും. ആളിങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട. ഇന്റർനാഷണൽ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോസ്റ്റ് മാസ്റ്റേഴ്സിൽ പോയിട്ടുണ്ട്. അതുപോലെ KMCCന്റെ ദുബായിൽ പോയി സെഷൻ എടുക്കാറുണ്ട്. ഷാർജയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആള് ഭയങ്കര എന്താ പറയാ, നമ്മള് കളറായി അടിപൊളിയായി നടക്കുന്ന ഒരാളെന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. ഫുൾ എനർജിയിൽ ആള് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തസ്നി മാമിനെ വെൽക്കം ചെയ്യാം അല്ലേ. വെൽക്കം തസ്നി മാം. മ്യൂട്ടാണ്. സ്റ്റക്ക് ഉണ്ടാ ചെറുതായിട്ട്? ഇപ്പൊ ഓക്കെ. ഓക്കെ ആണോ? എന്റെ നെറ്റ് ഇഷ്യൂ ആണോ അതോ അവിടുത്തെ മനസ്സിലാവുന്നില്ല. ചെറുതായിട്ട് സ്റ്റക്ക് ആയിട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഓഡിയബിൾ അല്ലേ മിസ്ന? ഈസ് എവറിത്തിങ് ഓക്കെ? ഓക്കെ, മാഷാഅല്ലാ. അപ്പോ ഹായ് എവ്രിവൺ, ഞാൻ തസ്നി ബാനു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു ഭാഗ്യം കിട്ടിയതിൽ. എന്തായാലും ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ ഫസ്റ്റ് നമുക്ക് സെഷനിലോട്ട് കടക്കുന്നതിനേക്കാൾ മുന്നായിട്ട് മെഡിറ്റേഷൻ ആണ് ടോപ്പിക്. ഏതൊരു ടോപ്പിക് ആയിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഇടയിൽ ഇപ്പൊ ഒരു ബാരിയർ ഉണ്ട്. നിങ്ങൾ ഫോണിൽ ക്യാം ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് സെഷൻ എന്ത് ചെയ്യുന്നത്, കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോ പെട്ടെന്ന് എന്ത് ചെയ്യാ, എല്ലാവരും പെട്ടെന്ന് ക്യാമറ മോഡിൽ വരാം. ബിക്കോസ് ആ ഒരു കംപ്ലീറ്റ് എനർജി, കംപ്ലീറ്റ് വൈബ്രേഷൻ, അല്ലെങ്കിൽ ആ ക്ലാസിന്റെ ഒരു കംപ്ലീറ്റ് സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോ മോഡ് നിർബന്ധമാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് എസെൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. നമുക്കറിയാം, നമുക്ക് ഈ വേൾഡില് നമ്മുടെ ക്രിയേറ്റർ നൽകുന്ന ഓരോ സമയവും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? വെറുതെ കളയാനല്ല. നമുക്ക് ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഓരോ നാനോ സെക്കൻഡ് പോലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമില് നിങ്ങൾ ഈ ഒരു ഹവർ ഇതിനു വേണ്ടി ചൂസ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം, ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അല്ലാണ്ട് വെറുതെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സമയം കളയുന്നതിനേക്കാളും എത്ര ബെറ്റർ ആയിട്ടുള്ളതാണ് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുക. ഡെഫിനറ്റ്ലി മാർക്ക് മൈ വേർഡ്സ്, കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അത് ജസ്റ്റ് ഒരു മിനിറ്റിന് വേണ്ടിയിട്ടോ കുറച്ച് നേരത്തേക്ക് നിലനിൽക്കുന്നതൊന്നുമല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക, അതൊന്ന് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ടോപ്പിക്സ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇത്. മൈൻഡ് പവർ റിലേറ്റഡ് ആവുമ്പോൾ ചേഞ്ച് അല്ല നിങ്ങൾക്ക് സംഭവിക്കുന്നത്, ട്രാൻസ്ഫോർമേഷൻ ആണ്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ഇപ്പൊ മാറും, കുറച്ചു കഴിഞ്ഞാൽ ആ മാറ്റം വീണ്ടും വരും, പോവും. അങ്ങനത്തെ ഒരു സംഭവമാണ് ചേഞ്ച് എന്ന് പറഞ്ഞാല്. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് ഇറ്റ് ഹാപ്പൻ, തിരിച്ചു വരവില്ല. ഓക്കെ, എനർജി ഒക്കെ ഒന്ന് ലോസ് ആവും, നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഡൗൺ ആവും. പക്ഷെ നമ്മൾ എത്തിയിട്ടുള്ള ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തുന്നതാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഈ വെയിറ്റ് ലോസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത്
ഒരുപാട് ബോഡി വീക്കായിട്ടും ഫിറ്റ്നസിനൊക്കെ പോയി വെയിറ്റ് ലോസ് ഒക്കെ സംഭവിച്ച് നല്ലൊരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാല് വൺസ് ഇറ്റ് ഹാപ്പൻ അതിലേക്ക് എത്തിക്കഴിഞ്ഞാല് പതിയെ പതിയെ ആയിരിക്കും എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് ചേഞ്ചസ് വരുള്ളൂ. അഥവാ ചേഞ്ച് വീണ്ടും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ അവരെന്തിലേക്ക് എത്തിപ്പെടും, കറക്റ്റ് ഫോമിലേക്ക്, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും, നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. ആരും വീഡിയോ മുകളിൽ കാണുന്നില്ല. എല്ലാവരും പെട്ടെന്ന് എന്ത് ചെയ്യാ, കുട്ടികളൊക്കെ ഉണ്ടായിക്കോട്ടെ, അവരും കേൾക്കട്ടെ, അവരും വളരട്ടെ. നമ്മളിങ്ങനെ കൺസേർവ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മക്കളുടെ ഇടയിലും അവർക്കൊക്കെ ഈ വൈബ്രേഷനും എനർജി ഒക്കെ കിട്ടും. അതൊന്നും നിങ്ങൾ എന്താ പറയാ കൺസേൺ ആയി കാണണ്ട. ജസ്റ്റ് ഇവിടെ കൊടുക്കണം. എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉള്ളവരാണ് അല്ലെ, എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉള്ളവരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങളെ ലൈഫില് നിങ്ങൾക്ക് നിങ്ങളെ ക്രിയേറ്റർ തന്നിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള സമയമാണ് മക്കളെ ഇത്. കൃത്യമായിട്ട് പറയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്നലെ ഇങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോ ഈ വാല്യൂബിൾ ആയിട്ടുള്ള സമയത്തിന് ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണം. നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കറക്റ്റ് ആയിട്ട്. നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിനുള്ള സാധനമൊക്കെ മേ ബി ഇവിടുന്ന് കിട്ടേക്കാം. ഓക്കെ, ഒരു സ്പാർക്ക് മതി. ജീവിതത്തിൽ മാറാൻ കുറെ എന്തൊക്കെയോ സംഭവിക്കണ്ട, ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി. ഒരു സെക്കൻഡും വേണ്ട, ചെറിയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റും. റെഡിയാണോ? റെഡിയാണോ? ചാറ്റ് ബോക്സ് ഒക്കെ നിറയട്ടെ. എല്ലാരും റെഡിയാണോ? നമുക്ക് തുടങ്ങിയാലോ? ഓൾ സെറ്റ്? ആ ക്യാമറ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാ, സെറ്റ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാരും ഇവിടെ ഉണ്ടാ? ക്യാമറ ഓഫ് ചെയ്തിട്ടിരിക്കുന്നവരും ഓൺ ആക്കിയിട്ടിരിക്കുന്നവരും എല്ലാരും ഇവിടെ ഉണ്ടാ? ഓക്കെ, എത്രയും പെട്ടെന്ന് എല്ലാരും മാക്സിമം എന്ത് ചെയ്യുക, ക്യാമറയിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ടോപ്പിക് ഇന്നത്തെ? ഹു വിൽ സേ? എന്താണ് ടോപ്പിക്? മെഡിറ്റേഷൻ ആണ് അല്ലെ? ഈ മെഡിറ്റേഷൻ ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടാ? അതായത് ഫസ്റ്റ് ടൈം ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടാ? ആ, ഫസ്റ്റ് ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടാവും, ഒരുപാട് സമയമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലെ? ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ടൂൾ വിച്ച് ഹെൽപ് ടു ഓപ്പൺ അപ്പ് ദ ഹെവൻ ഓർ വിച്ച് ഹെൽപ് ടു ഓപ്പൺ അപ്പ് ദ കിങ്ഡം ഓഫ് ഹെവൻ വിത്തിൻ അസ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ലോകത്തിനെ തുറക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ന വ്യക്തി അല്ലെ, നമ്മൾ എന്ന വ്യക്തിയെ അറിയാനും, നമ്മളിപ്പോ പുറത്തൊരു വലിയ ലോകം കാണുന്നില്ലേ അല്ലെ, ഔട്ടർ വേൾഡ് കാണുന്നുണ്ട് അല്ലെ, ഒരുപാട് ജീവജാലങ്ങളുണ്ട്, ഒരുപാട് മനുഷ്യരുണ്ട്, പല സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഇന്നർ വേൾഡിലും ഒരു ലോകമുണ്ട് അല്ലെ. ഇന്നർ വേൾഡ് റെഡി ആയി കഴിഞ്ഞാലാണ് ഔട്ടർ വേൾഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സെറ്റാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പറയും, എനിക്ക് ആ പ്രശ്നമാണ്, എനിക്ക് ഈ പ്രശ്നമാണ്, എനിക്ക് അങ്ങനെയാണ്, അവരാണ് കാരണക്കാരി, ഇവരാണ് കാരണക്കാരി. പക്ഷെ ഇതൊന്നല്ല മക്കളെ. നിങ്ങൾ ഔട്ടർ വേൾഡില് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിഫ്ലക്ഷൻ ഓഫ് യുവർ ഇന്നർ വേൾഡ്. നിങ്ങളുടെ ഉള്ളിലുള്ള ലോകത്തിന്റെ റിഫ്ലക്ഷൻ ആണ് നിങ്ങളുടെ ഔട്ടർ വേൾഡ്. ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് ബ്രീത്ത് എടുത്ത് വരുമ്പോഴേക്കും വല്ലാത്തൊരു സമാധാനാണ് അല്ലെ, വല്ലാത്തൊരു ആശ്വാസമാണ് അല്ലെ. എന്തെന്നില്ലാത്തൊരു ആശ്വാസം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചിന്തിക്കാണ്ട് ഒന്ന് കണ്ണടച്ചിരിക്കുക, കണ്ണടച്ചിട്ട് ആ ബ്രീത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, ആ ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ശരിക്കും ഞാൻ പറയും, ഈ സ്ട്രെസ് ആയിട്ട് വരുന്നവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട മക്കളെ, നിങ്ങളെ ബ്രീത്ത് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്ക്. നമ്മളോട് ചോദിക്കുന്നുണ്ട് ബ്രീത്ത് എടുക്കുന്ന സമയത്ത്, എന്ത് വലിയ പ്രോസസ് ആണല്ലേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ പ്രോസസ് അവിടെ നടക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ടോ, ഹേ തസ്നി, നിന്റെ ബ്രീത്തിനെ ഞാനൊന്ന് എടുക്കട്ടെ, ഓക്സിജൻ ഞാനൊന്ന് റിസീവ് ചെയ്യട്ടെ, കാർബൺ ഡയോക്സൈഡ് ഞാൻ കളയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ചോദിക്കുന്നില്ല. ഇത്രയും വലിയ പ്രോസസ്സ് ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ ക്രിയേറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തി കൊടുക്കുന്നുണ്ട്.
അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതുപോലെ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ വേൾഡിൽ നടക്കുന്നുണ്ടാവുക, അല്ലെ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പലതും നമ്മുടെ ഉള്ളായിട്ടുള്ള ലോകത്തിൽ നടക്കുന്നുണ്ടാവും, അല്ലെ? പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണക്കാരാരെന്നെയാണ്? നമ്മൾ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും, ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റാൻ പറ്റുമോ? നമുക്ക് നമ്മളെ തിരിച്ചു കിട്ടോ? ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും? ഡെഫിനറ്റ്ലി നമ്മളെ ജീവിതത്തിന് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. നമ്മളെ ലൈഫിൽ ഒരു ഹ്യൂജ് ഷിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കണം, ജീവിതത്തിൽ ഒരു റീബർത്ത് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തോ വലിയ കാര്യം ചെയ്തിട്ടല്ല തുടങ്ങേണ്ടത്. ഫ്രം മൈന്യൂട്ട് തിങ്സ് ഡാ, ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യാ, ചെയ്ത് ചെയ്ത് തുടങ്ങാം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണെ ഞാൻ ഈ പോകുന്നത് റെഡിയല്ല, എന്റെ റൂട്ട് ഇപ്പൊ ശരിയല്ല, എനിക്കിതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ റൂട്ടീനിലേക്ക് നോക്കുക. നിങ്ങളുടെ റൂട്ടീനിൽ നല്ല ഹാബിറ്റ്സ് ഉണ്ടോ നോക്കുക. നല്ല ഹാബിറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തോന്നും, ഞാൻ പ്രൊഡക്റ്റീവ് അല്ലല്ലോ, എന്റെ സമയം ഞാൻ വേസ്റ്റ് ചെയ്തല്ലോ, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് തോന്നാറുണ്ട്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ, ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറ്റണം, അല്ലെ? പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരണം. ഈ സക്സസിലേക്ക് എത്താൻ കുറെ തലകുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു ഡിസിപ്ലിൻ വേണം. ആ ഡിസിപ്ലിൻ ഒരു ദിവസം ഉണ്ടായാൽ മതിയാ? നെവർ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെ? നിങ്ങൾ എത്ര ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഖുറാനിലൊക്കെ പറയാറുണ്ട്, പ്രൊഫറ്റ് പറയുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് കുറെ ചെയ്യണം എന്നല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്നാണ്, അല്ലെ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൺസിസ്റ്റൻസിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളെ ലൈഫിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ റൂട്ടീനിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണം. അങ്ങനെ റൂട്ടീനിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഇനീഷ്യൽ ആയിട്ട് ഫസ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളതാണ് എന്ത്? മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെഡിറ്റേഷൻ എല്ലാരും ചോദിക്കും, ബ്രീത്ത് എടുക്കല്ലേ മാം, ബ്രീത്തിനെ എക്സ്പെൽ ചെയ്യാ മാം, ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കിട്ടാനാണ്, ഇങ്ങനൊക്കെ ലൈഫ് മാറൂ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. എന്നാൽ നമുക്ക് ലാസ്റ്റിലേക്ക് ഒരു മെഡിറ്റേഷൻ ഞാൻ തരുന്നുണ്ട്, അതിന്റെ മുന്നായിട്ട് നമുക്ക് ഒന്ന് കേട്ടോക്കാം മെഡിറ്റേഷൻ എങ്ങനെയൊക്കെ നമ്മളെ ബോഡീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സയൻസ് ഒന്ന് കുറച്ച് സംസാരിക്കാം. മെഡിറ്റേഷൻ ആയതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞാലല്ലേ ഇതെനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള ഒരു ത്വര നമുക്ക് ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർട്ടിസോളിന്റെ ലെവലിനെ കുറക്കും. ഈ കോർട്ടിസോളിന്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഓവർ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നൊരു പിടുത്തം കിട്ടാത്ത പോലെ പെട്ടെന്ന് ദേഷ്യം പെടുക, പെട്ടെന്ന് അയ്യോ എന്റെ ജീവിതം മാത്രം ഇങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ, എന്ത് ചെയ്താലും ഒന്നും നടക്കൂല, ഞാൻ എന്റെ ജീവിതം മാത്രം എന്താ പഠിച്ചോനെ എങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള കുറെ തോന്നലുകൾ നമുക്ക് വരും. അപ്പൊ അതിന് അങ്ങനെ തോന്നിക്കഴിഞ്ഞാല് ഒന്ന് കണ്ണടക്കം മക്കളെ. ഇത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസ്സും കൂടെ ആണ് കേട്ടോ. കണ്ണടച്ചിട്ട് ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യാ. ഫസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, ഒരു ബ്രീത്ത് ഒക്കെ എടുക്കുമ്പോ എന്തിനാണ് ബ്രീത്ത്, ചീറാൻ തോന്നും, ചിലപ്പോ ദേഷ്യം പിടിക്കും, ചിലപ്പോ നാഗവല്ലിയൊക്കെ ഓണാവും. പക്ഷെ നിങ്ങളോട് എന്നാ പറയാ, നിങ്ങൾ ഉള്ളിനോട് നിങ്ങൾ പറയാ കണ്ണടച്ചിട്ട്, കാം കാം, ഹയ കാം, കാം കാം കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളടുത്ത് തന്നെ പറഞ്ഞു കൊടുക്ക കാമാവ് കാമാവ് എന്നുള്ളത്. അപ്പോ ഈ കോർട്ടിസോളിന്റെ ലെവൽ കുറയുന്ന സമയത്ത് ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നറിയോ? നമ്മളൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കും. ഈ യാത്രക്ക് പോകുന്ന സമയത്ത്, അല്ലെ? ഈ യാത്രക്ക് പോകുന്ന സമയത്ത് ശരിക്കും നമ്മളൊരു മെഡിറ്റേഷൻ ഫീൽ ആണ്. ഒരു പച്ചപ്പൊക്കെ കാണുന്ന സമയത്ത്, മഴ കാണുന്ന സമയത്ത്, അല്ല, നമുക്ക് എന്തെന്നില്ലാത്തൊരു റിലാക്സേഷൻ ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ കോർട്ടിസോളിന്റെ ലെവൽ കുറയുന്നുണ്ട്. കുറയുന്ന സമയത്ത് ആ ഒരു ഫീലില്ലേ, ചിലപ്പൊക്കെ രാത്രി നമ്മൾ ഇരിക്കുമ്പോ ജേണലൊക്കെ ചെയ്യുമ്പോ എഴുതുന്ന സമയത്ത് കിട്ടൂലേ, ഓ ഇതാണ് സ്വർഗം, ഇതാണ് ലോകം, ഇതെന്താണ്? ഇത് നമ്മളിൽ സംഭവിക്കുന്നതാണ്. നമ്മളുടെ ഇന്നർ മൈൻഡ് ഓപ്പൺ ആവുമ്പോഴാണ്. അതായത് നമ്മളുടെ ഉള്ളിലുള്ള കിണ്ഡം നമ്മൾ എന്ത് ചെയ്യണ്, ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് മൂലമായിട്ട് നമ്മുടെ ആൻസൈറ്റി കുറയും, ഡിപ്രഷൻ കുറയും, പാനിക് അറ്റാക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാക്കും എന്നുള്ളതാണ്. ഇനി അതിന്റെ ചാൻസസ് വരെ ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഹെൽപ്ഫുൾ ആക്കും എന്നുള്ളതാണ്.
എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം, ക്ലാരിറ്റി വേണം. സ്റ്റാർട്ട് മെഡിറ്റേഷൻ. അല്ലേ? കുറെ അത് ചെയ്യും, ഈ കോഴ്സ് പഠിക്കും, ആ കോഴ്സിന് പോവും, അമ്മായി പറഞ്ഞതെടുക്കും, മാമൻ പറഞ്ഞതെടുക്കും, ലാസ്റ്റ് എല്ലാം കൂടി തലയിൽ വെച്ച് നടന്നിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ ആവും. ആരും പറഞ്ഞതല്ല എടുക്കുന്നത്. നമ്മളെ ഗൈഡ് ചെയ്യാന് നമ്മളെ ക്രിയേറ്റർ ഉണ്ട്. നമ്മളെ ക്രിയേറ്ററുമായിട്ട് നമ്മളൊരു കണക്ഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ ഉള്ളിൽ തന്നെ ഗൈഡൻസ് വരോടാ. അത് ഫീൽ ചെയ്യണ്ടേ? മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് ദി അതർ തിങ് ഇസ് നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവും. നോ ഒക്കെ അടിപൊളിയായിട്ട് പറയാൻ പറ്റും. പലർക്കുള്ള പ്രശ്നമാണ്, ഓ അവരെന്താ വിചാരിക്ക, ഓ ഇവരെന്താ വിചാരിക്ക, ഇങ്ങനത്തെ പല തോന്നലുകളൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ രക്ഷപ്പെടോടാ. നമുക്ക് നമ്മളൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവും. അതായത് ഓക്കെ, ഐ ആം ദിസ്, ഞാൻ ഇതാണ്, ഞാന് തസ്നിയാണ്, എന്റെ ജോലി ഇതാണ്. ഇപ്പൊ രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത്, എഴുന്നേറ്റ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ആ പൊളിയാണ്, ഇന്നൊരു പൊളി പൊളിക്കണം എന്നുള്ള ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. ഈ എനർജിയിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരും നോക്കാൻ വേണ്ടി തോന്നൂല. ഓക്കെ. പലപ്പോഴും എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, അവരിങ്ങനൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് മാത്രം ഒന്നും പറ്റില്ല. എന്റെ ഫ്രണ്ട് ഇപ്പൊ നമ്മളെ സെയിം സംഭവത്തിലുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട്, ഓരോ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്, അയ്യോ ഞാൻ മാത്രം എന്തെങ്ങനെ. എന്നിട്ട് അവര് കാണാൻ വേണ്ടി കുറെ എന്തൊക്കെ കാട്ടിക്കൂട്ടും. ഇതൊന്നും അല്ലടാ. ആരും കാണാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ആസ്ക് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ മൈൻഡിനോട് ചോദിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ലോകം തുറക്ക്. ടോക്ക് ടു യുവർ സെൽഫ്. ഇന്നർ വേൾഡ് ഓപ്പൺ അപ്പ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഫീൽ ദാറ്റ് ഹാപ്പിനെസ്. നിങ്ങൾ അങ്ങനെ ഗൈഡ് ചെയ്യും, ഇൻറ്റ്യൂഷൻസ് വരും നിങ്ങക്ക്. ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇങ്ങനെ ആക്കി നോക്ക്. ആ ഇൻറ്റ്യൂഷൻസും തലയിലേറ്റ് നടക്കല്ല വേണ്ടത്. പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പൊളി പൊളിക്കും. ഓക്കെ. നെക്സ്റ്റ്, ഇനി നമ്മൾ ഇമോഷണൽ സ്ട്രെങ്ത് മാത്രമല്ല കൂട്ടുന്നത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ ക്യാൻസറും ഈ പല രോഗങ്ങൾ വന്നവരുടെയൊക്കെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആവുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റാറുണ്ട്, അല്ലെ? എനിക്ക് ഭയങ്കര പനിയുണ്ട്, പലപ്പോഴും പനിയായിട്ട് സെഷൻസ് എടുക്കാറുണ്ട്. ഓക്കെ, പനിയായിട്ടൊക്കെ സെഷൻസ് എടുക്കാറുണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഓ എനിക്ക് വെയ്യല്ലോ, എനിക്ക് അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ അത് അങ്ങനെ സംഭവിക്കും. എനിക്ക് പറ്റൂല, എനിക്ക് സെഷൻ എടുക്കാൻ വേണ്ടി പറ്റൂല, എനിക്ക് ഒന്നും ആക്കാൻ വേണ്ടി പറ്റൂല. പക്ഷെ ഞാൻ എന്റെ മൈൻഡിന് ഒരു കറേജ് കൊടുക്കണം. തസ്നി, നീ ഓക്കെ ആണ്, നീ ഒന്ന് ചെയ്ത് നോക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ നിന്നൊരു കരുത്ത് കിട്ടാനുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, എന്താന്ന് വെച്ചാല് സൃഷ്ടാവ് നമുക്ക്, നമ്മളിപ്പോ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് എടുക്കുന്നത്, നമുക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോരാൻ പറ്റുന്നില്ല, നമുക്ക് പലരോടത്തും നമ്മൾ സപ്പോർട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്ന് സഹായിക്കോ, എനിക്ക് പറ്റുന്നില്ല, എന്റെ ജീവിതം ആകെ പോയിട്ടാ കിടക്കുന്നത്, എനിക്ക് അറിയില്ല ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്. ആക്ച്വലി ആ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടുപോയി കിടക്കുന്ന സമയത്ത് നമ്മള് എന്റെ റബ്ബേ, അല്ല ദൈവമേ എന്നൊക്കെ നമ്മള് സൃഷ്ടാവിനെ വിളിക്കും, എന്നെ ഒന്ന് സഹായിക്കും. നമ്മള് ദൈവവിശ്വാസികൾ, നമ്മള് നമ്മള് ദൈവവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സൃഷ്ടാവിനെ ഇങ്ങനെ വിളിക്കും. ആക്ച്വലി ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, നമ്മള് ആ വേദനിച്ച് കിടക്കുന്ന ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലല്ല നമുക്ക് സ്ട്രെങ്ത് കിട്ടുന്നത്. ഞാനൊന്ന് വീണോടുത്തുനിന്ന് ഞാനൊന്ന് എഴുന്നേൽക്കുമ്പോഴാണ്, മോളെ എഴുന്നേൽക്കുന്ന സമയത്താണ് സൃഷ്ടാവ് അവിടെ എന്ത് കൊടുക്കുന്നത്, ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ട്രെങ്ത് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടാ? അതേപോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തില്, അല്ലെ, നമ്മൾ അത്രയും അസുഖമായി കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങളും കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്തിന് ഇത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നല്ല ആരോഗ്യത്തിനും, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ, എന്ത് കാര്യം ചെയ്യാനാണെന്നുണ്ടെങ്കിലും. അപ്പൊ ഈ ഫിസിക്കൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഈ സംഭവം എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബ്ലഡ് പ്രഷറിനൊക്കെ കുറച്ചിട്ട്, ബ്ലഡ് പ്രഷർ കൂടുമ്പോ ബുദ്ധിമുട്ടാണല്ലോ പ്രഷർ കൂടുമ്പോ, അല്ലെ, ഈ ബ്ലഡ് പ്രഷറിനൊക്കെ കുറച്ചിട്ട് ഒരുപാട് വേദനകള് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാ, നമുക്ക് ടെൻഷൻ കൂടുന്ന സമയത്ത് അവിടെ ഇവിടൊക്കെ ബോഡി പെയിൻസ് ഒക്കെ വരും. ചിലപ്പോ ഡോക്ടർ കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയും, മോളെ നിനക്ക് ഒന്നുമില്ല, ടെൻഷൻ ആയിട്ടാന്ന് പറയും. ഇതെങ്ങനെ സംഭവിക്കുന്നതാണ് ആലോചിച്ചുണ്ടാക്കിയിട്ട്, ഇതൊക്കെ കണക്റ്റഡ് ആണെടാ. മനസ്സിലായ? അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ആ പോസിറ്റീവ് സംഭവങ്ങളെ ഗ്രാസ്പ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ എനർജി ബോഡീസ് ആണ്.
ഞാനും നിങ്ങളൊക്കെ എനർജിയാണ്. എന്റെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് അതും റിഫ്ലക്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ എന്ന വ്യക്തിന്റെ വാല്യൂ കുറച്ചും കൂടെ അറിയാൻ പറ്റും. നമ്മളൊന്നും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ആയാൽ ഞാൻ എന്നെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിരിക്കരുത്. മനസ്സിലാവുന്നുണ്ടാ? ഇപ്പൊ പണ്ടൊക്കെ ഞാൻ ആക്ച്വലി കുറച്ച് ഹെൽത്തും കാര്യങ്ങളൊക്കെ ഇതായിട്ട് കുറച്ച് തടിയുണ്ട്. അപ്പോ ഞാൻ ചിന്തിച്ചിരുന്നത് കോച്ച് ആവുന്നതിനേക്കാളൊക്കെ മുന്നേ ചിന്തിച്ചിരുന്നത് എനിക്ക് അത് പണ്ടത്തെ പോലെ ആവണം. ഓക്കെ, അതായത് മുന്നേ ഞാൻ മെല്ലിട്ടായിരുന്നു. അതേപോലെ ആയാലാണ് ഞാൻ ഇന്നെ സ്നേഹിക്കുള്ളൂ, ഞാൻ ഇന്നെ കെയർ ചെയ്യുള്ളൂ. അതിന് വേണ്ടി ഇടാൻ ഒരു ലോഡ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താന്ന് വെച്ചാല് അങ്ങനെ ചെയ്തിട്ട് മാറ്റം സംഭവിക്കൂല. ഇപ്പൊ ഞാനുള്ള തസ്നി എന്താണോ അതിന് ഞാൻ ഇഷ്ടപ്പെട്ടാലാണ് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങുള്ളൂ, എനിക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി തുടങ്ങുള്ളൂ, എക്സസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുള്ളൂ. അല്ലെ? അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞാല് പിന്നെ എന്താ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഏത് സിറ്റുവേഷനിലായാലും, നമ്മൾ കറുത്തിട്ടായാലും വെളുത്തിട്ടായാലും തടിച്ചിട്ടായാലും മെലിഞ്ഞിട്ടായാലും എന്ത് സിറ്റുവേഷനിലായാലും നമ്മളെ ഇഷ്ടപ്പെട്ടാലാണ് എന്ത് ചെയ്യുള്ളൂ, സൊസൈറ്റി നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ. നമ്മളെ സ്നേഹിച്ചാലാണ് ഓപ്പോസിറ്റ് സംഭവങ്ങൾ നടക്കുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പല ആളുകൾക്കും പല അഡിക്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ? ചിലപ്പോ മൂവി ആയിരിക്കും അഡിക്ഷൻസ്, ചിലപ്പോ സിഗരറ്റ്, ആൽക്കഹോൾ, ഈ ബേസ്ഡ് ആയിട്ട് പല കാര്യങ്ങളും. ചിലപ്പോ ഫോൺ അഡിക്ഷൻ ഉണ്ടാവും, സ്ക്രോളിങ്ങിന്റെ അഡിക്ഷൻ ഉണ്ടാവും. ഇതൊക്കെ നമുക്കൊരു പരിധി വരെ കുറക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും മാം തള്ളൊന്നും വേണ്ട, എങ്ങനെ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ രാവിലെ എണീറ്റ പാടി നിങ്ങളെ ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്യാന്ന് വിചാരിക്കുക. ഈ സ്ക്രോളിങ് രാത്രിയോളം നടന്നോളും. നേരെ മറിച്ച് നിങ്ങൾ എഴുന്നേറ്റ് പാട് വാട്ട് യു ഡൂയിങ് ഈസ് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഒക്കെ ചെയ്തിട്ട് മെഡിറ്റേഷൻ ചെയ്യാനിരുന്നു. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ കടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളെ മൈൻഡിലേക്ക് നല്ല പോസിറ്റീവ് സാധനങ്ങൾ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും അങ്ങനെയൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊടുത്തു വരുന്ന സമയത്ത് യു ക്യാൻ ഫീൽ ദാറ്റ്. അതായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അന്നത്തെ സമയം നിങ്ങൾ എന്ത് ചെയ്യൂല, വേറെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുക്കൂല. രാവിലെ എഴുന്നേറ്റ് പാടി യു ആർ സ്ക്രോളിങ്. ഇഫ് യു സ്ക്രോളിങ് ഇൻ എ ഫോൺ, ഡെഫിനറ്റ്ലി അന്നത്തെ ദിവസം ഒരു അന്തം കിട്ടാത്ത ആൾക്കാരെ പോലെ ഇരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ഗോൾ ഇല്ലാതെ ഒരു സ്ഥലം, ഡെസ്റ്റിനേഷൻ ഇല്ലാതെ വണ്ടി ഓടിച്ച് എങ്ങനെ ഉണ്ടാവും? അതേപോലെ ആയിരിക്കും ഒരു ഗോൾ ഇല്ലാത്തൊരു ദിവസം എന്ന് പറയുന്നത്. ഒരു ഗോൾ ഇല്ലാത്തൊരു ദിവസം എന്ന് പറയുന്നത്, നമുക്ക് ഗോളിനെ പറ്റി പറയുന്ന സമയത്ത് വി ഷുഡ് ഹാവ് ഇയർലി ഗോൾ ഉണ്ടാവണം, മന്ത്ലി ഗോൾ ഉണ്ടാവണം, വീക്ക്ലി ഗോൾ ഉണ്ടാവണം, ഡെയിലി ഗോൾ ഉണ്ടാവണം. ഓക്കെ, അപ്പോ ഇനി മുതൽ യു ഷുഡ് സ്റ്റാർട്ട് ചെയ്യണം? മെഡിറ്റേഷൻ ടു ഓപ്പൺ ദ കിങ്ഡം വിത്തിൻ യു. നമ്മുടെ ഉള്ളിലുള്ള ലോകം ഫൈൻഡ് ചെയ്യണം. നമ്മൾ യുണീക്കാന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ യുണീക്നെസ്സിന് ട്രൂലി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്ന വ്യക്തിക്ക് നിങ്ങളുടെ ക്രിയേറ്റർ, നിങ്ങളുടെ സൃഷ്ടാവ് തന്നിട്ടുള്ള ആ പ്യുവർ ആയിട്ടുള്ള എസെൻസ് നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവും. ശരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പരാതി പറയൂല. സങ്കടങ്ങളും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ ഒന്ന് ബ്രേക്ക് എടുത്താലും തിരിച്ചെന്ത് ചെയ്യും? പടച്ചവരെ അവിടെ തന്നെ എത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വൈഫാണ്, ഹസ്ബൻഡിന് സ്ട്രെസ് ആയി കഴിഞ്ഞാല്, ഹസ്ബൻഡ് ചൊറിയാൻ വന്നാല് വൈഫ് വല്ലാണ്ടൊന്നും ചൊറിയാൻ വേണ്ടിയിട്ട് പോവില്ല. രണ്ട് കൈയും കൂടിയിട്ട് ഇപ്പൊ സൗണ്ട് ഉണ്ടാ? ഇല്ലല്ലോ. മെഡിറ്റേഷൻ ചെയ്ത ആളും മെഡിറ്റേഷൻ ചെയ്യാത്ത ആളും സൗണ്ട് ഉണ്ടാ? നോ സൗണ്ട്. ഹസ്ബൻഡ് എങ്ങനെ ചൊറിയുണ്ട്, വൈഫ് എന്ത് ചെയ്യാണ്? കുഴപ്പമില്ല, അവർക്ക് അവരുടെ ടൈം കൊടുക്കും. നേരെ മറിച്ച് രണ്ടാൾ, അല്ലെങ്കിൽ വൈഫ് ചൊറിയുന്നുണ്ട്, ഹസ്ബൻഡ് എന്ത് ചെയ്യും? ഓളെ സമയം കൊടുക്കും. ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് കാമാണ്, ടൈം കൊടുക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്ക? വിടമാട്ടെ, അതെന്താ അങ്ങനെ ആക്കിയാല്, ഇതെന്താ ഇങ്ങനെ ആക്കിയാല്, രണ്ടും കൂടിയിട്ട് കണ്ട. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് റിലേഷൻഷിപ്പിലൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്, നിങ്ങളെ കിൻഡൺ ഓഫ് ഹെവൻ, നിങ്ങളുടെ ഉള്ളിലുള്ള കിൻഡൺ ഓപ്പൺ അപ്പ് ചെയ്യും. റിയലി അല്ലെ? എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ചെറിയ സാധനമല്ല, ചെറിയ സാധനമല്ല. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വിൽ ഫീൽ ലൈക്ക് ഹൗ. അത് മാത്രല്ല, നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ഏജ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ തോന്നും ഞാൻ എപ്പോഴും ചെറുപ്പാണ്. ഞാൻ എന്റെ ഉപ്പാനോട് എപ്പോഴും പറയും ഇപ്പോഴും 16 വയസ്സായിട്ടുള്ളൂ.
അതെന്തുകൊണ്ടാണ്? നമുക്ക് ഫ്ലെക്സിബിൾ ആവുന്നതുകൊണ്ടാണ്. ഓക്കെ, ആ ഫ്ലെക്സിബിലിറ്റി. നമ്മളിപ്പോ ഒരു 20 വയസ്സ്, ഞാൻ 20 എന്ന് പിടിച്ചിരുന്ന വി ഫീൽ ലൈക്ക് വി ആർ വെരി ഏജ്ഡ്. നമ്മളെ ആരോഗ്യത്തിനും ആയുസ്സിനും ഒക്കെ ഇത് എഫക്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ട് ചില്ലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അറ്റാച്ച്മെന്റും കണക്ഷനും. എല്ലാവരും, ഞാൻ പറയും എല്ലാവരോടും, നമ്മൾ ഇരിക്കുന്ന കസാലനായിട്ട് പോലും അറ്റാച്ച്ഡ് ആയി പോകരുത്. ഒരാളായിട്ടും എന്ത് ചെയ്യരുത്, അറ്റാച്ച്ഡ് ആവരുത്. കണക്ഷൻ ആണ് വേണ്ടത്. കണക്ഷൻ ആണ് വേണ്ടത്. അപ്പോ നമുക്കൊരു റൂട്ടീൻ ഉണ്ടെങ്കിൽ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടെങ്കിൽ, വിഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് ബാക്കിയുള്ള അറ്റാച്ച്മെന്റിനും വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും സമയം ഉണ്ടാവൂല. മനസ്സിലായ? ശരിക്കും പറഞ്ഞാല് നിങ്ങൾ നിങ്ങളെ ബിസി ആക്കണം. വിത്ത് വാട്ട്? വിത്ത് ഡൂയിങ് ഗുഡ് തിങ്സ്. നല്ല കാര്യങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളെ ബിസി ആക്കണം. അല്ലാണ്ട് ഞാൻ ഫുള്ള് ബിസിയാണ്, ഞാൻ ഫുള്ള് പ്രൊഡക്റ്റീവ് ആണ്. എന്താ പ്രൊഡക്റ്റീവ്? റീല് കാണലാണ് പ്രൊഡക്റ്റീവ്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഓക്കെ, നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങൾ ഒന്നും ആക്കണ്ട. നിങ്ങൾ നിങ്ങളെ പണി നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ നിങ്ങളെ പണി നോക്കിയിട്ട് ചെയ്താൽ മതി. നിങ്ങൾ അതാക്കുന്നില്ലല്ലോ, ഇതാക്കുന്നില്ലല്ലോ, എവിടെ എത്തുന്നില്ലല്ലോ എന്നൊക്കെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരൊക്കെ പറയും. ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, ലെറ്റ് ദ റിസൾട്ട് മേക്ക് ദ നോയ്സ്. നിങ്ങൾ ഇങ്ങനൊക്കെ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു പോയിട്ട് ചിലപ്പോ നിങ്ങൾ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള രീതിയിലേക്കുള്ള ഐഡിയാസ് ആവും നിങ്ങളുടെ തലയിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇത് വന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, നീയോ? പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട് നമ്മളെ ഫാമിലിയിലൊക്കെ, നിങ്ങളൊക്കെ ഇങ്ങനെ കായോ എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ. ദിസ് ഇസ് സിമ്പിൾ. ഓക്കെ, വെരി സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല്, മെഡിറ്റേഷൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാര് ഒരു 5 മിനിറ്റ്സ് ബ്രീത്തിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഒന്ന് ജസ്റ്റ് നോക്കി ശ്രദ്ധിച്ചിരുന്നു. ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ പാട് കണ്ണടക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ പ്ലേസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് വിചാരിച്ചിട്ട് പ്ലേസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നടന്നിട്ട് ഇത് കൊളാക്കാൻ നിൽക്കരുത്. ഓക്കെ, ഒരു കംഫർട്ടബിൾ, ഓവർ എന്താ പറയാ, ഇതിനൊന്നും നിൽക്കണ്ട, പെർഫെക്റ്റ് അതൊന്നും ആവണ്ട. ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. ഓക്കെ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് കണ്ടെത്തുക. അവിടെ ഇരുന്ന് കണ്ണടച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ബ്രീത്തിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഷോ യു കാമാവുക, നമ്മളെ ബോഡീനെ കാമാക്കുക. ജസ്റ്റ് കാമാക്കിയിട്ട് കണ്ണടച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്യാം. ആ ബ്രീത്ത് ഇങ്ങനെ, ഫസ്റ്റ് ബ്രീത്ത് ഇങ്ങനെ സ്പീഡ്, ഹാർട്ടിന്റെ റേറ്റ് കൂടിയിട്ടായിരിക്കും വരുന്നുണ്ടാവാം. ഗ്രാജുവലി ഇറ്റ് വിൽ ഇൻക്രീസ്, ദാറ്റ് മീൻസ് ഡിക്രീസ്. അതിങ്ങനെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. ഈ ഹാർട്ടിന്റെ റേറ്റും അതുപോലെ തന്നെ കാംനെസ്, അല്ലെങ്കിൽ ഈ ഒരു സംഭവമൊക്കെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. ഹാർട്ടിന്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ഇതാവും, നമ്മളെ ടെൻഷനും കാംനെസ്സും ഒക്കെ പോവും. നേരെ മറിച്ച് നമ്മൾ കാം, അതായത് ഹാർട്ടിന്റെ റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോ അല്ലെ, റിലാക്സ് ചെയ്യുമ്പോ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ വയനാട് ഇരിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. വയനാട് ഇരിക്കുമ്പോഴും ഈ നല്ല കാമായിട്ടുള്ള ബീച്ചിൽ ഇരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന സാധനമില്ലേ, ഇത് നമുക്ക് വീട്ടിൽ ഇരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് വീട്ടിൽ ഇരുന്നിട്ടും ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ജസ്റ്റ് കണ്ണടച്ചിട്ട് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ആ ഒരു റിതമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ ഹാർട്ടിനെ പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഹെയിലും എക്സെയിലും ചെയ്യാം, അല്ലെങ്കിൽ ബ്രീത്ത് എടുക്കുകയും പതുക്കെ പുറത്തോട്ട് വിടുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മൾ പതിയെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ലോലി. ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, ഒരിക്കലും ഫോക്കസ് കിട്ടൂല. ചിലവർക്ക് ഫസ്റ്റേ ഫോക്കസ് കിട്ടും. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യൂല, നമ്മുടെ പ്രോബ്ലംസ് ആവും എന്ത് ചെയ്യാ, നമ്മുടെ ഉള്ളിലേക്ക് വരിക. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് കിച്ചണിൽ അത് ചെയ്യണല്ലോ, ഇത് കഴിഞ്ഞ് ജോലി ചെയ്യാൻ വേണ്ടിട്ട് പോണല്ലോ, ഇന്ന് ആ പൈസ കൊടുക്കാൻ, അങ്ങനെ പല സംഭവങ്ങളാവും മൈൻഡിലോട്ട് വരിക. കുഴപ്പമില്ല, ഇനീഷ്യലി ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. അത് അങ്ങനെ ഇരുന്നോട്ടെ, അത് പ്രശ്നമില്ല. നിങ്ങൾ അതിലേക്കൊന്നും പോണ്ട. നിങ്ങൾ നിങ്ങളെ കണ്ണടച്ചിട്ട് ജസ്റ്റ് നിങ്ങളെ ബ്രീത്തിനെ ഫോക്കസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ആണോ? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ബ്രീത്തിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം. ഇനിയിപ്പോ കുറച്ചൊക്കെ കഴിഞ്ഞാല് ഒരു ഫസ്റ്റ് വീക്കിൽ ഇങ്ങനെ സ്ലോലി ചെയ്യാം. ഫസ്റ്റ് വീക്കിൽ 3 മിനിറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ 5 മിനിറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ,
ഈ മെഡിറ്റേഷൻ തന്നെ ആക്ച്വലി പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ഉണ്ട്. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ഈ മൊമെന്റിലേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ള ആ ഒരു മെഡിറ്റേഷൻ ആണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പ്രസന്റ് മൊമെന്റിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് മെഡിറ്റേഷൻ പറയുന്നത് നമ്മുടെ ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്. ഗൈഡഡ് മെഡിറ്റേഷൻ ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ തരുന്നുണ്ടാവുക ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ഗൈഡൻസിൽ ഒരു ആള് നിങ്ങൾ ഇങ്ങനെ ഗൈഡ് ചെയ്തിട്ട് ഇങ്ങനെ മെഡിറ്റേഷനിലോട്ട് കൊണ്ടുപോകും. അതാണ് ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മെഡിറ്റേഷന്റെ കേസിൽ നമുക്ക് ഗൈഡ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. യു ഹാവ് ടു ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലവിങ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ ഉണ്ട്. ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷൻ ആണ്. ഈ സ്നേഹം ഇങ്ങനെ ഒഴുകണം. ഓക്കെ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെഡിറ്റേഷൻ ആണ്. ഐ യൂസ് ടു ഗീവ്, ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനത്തെ മെഡിറ്റേഷൻ. അതുപോലെ തന്നെ മൂവ്മെന്റ് മെഡിറ്റേഷൻ ഉണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ കൈയും കാലൊക്കെ ലൈക്ക് അങ്ങനെ മൂവ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. പിന്നെ വിഷ്വലൈസ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് തരം എന്ത് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ഉണ്ട്. ഇനി ഞങ്ങളോടൊരു കാര്യം പറയട്ടെ, കണ്ണടച്ച് പൂട്ടിയിരിക്കൽ മാത്രമല്ല മെഡിറ്റേഷൻ. നിങ്ങൾ നല്ലൊരു പാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കലും എന്താണെടാ മെഡിറ്റേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ ജേണൽ എഴുതുന്നത് ഒരു മെഡിറ്റേഷൻ ആണ്. നിങ്ങൾ നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഒരു മെഡിറ്റേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്താണ് ഒരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ആണ്. അപ്പൊ ഇതെല്ലാം മെഡിറ്റേഷൻ ആവുന്ന സമയത്ത് ഇത് നമ്മുടെ പല രീതിയിലും, ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിലും നമ്മുടെ ലൈഫിന്റെ ഡയമെൻഷൻസിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ദിവസം ചെയ്ത് എനിക്ക് പറ്റുന്നില്ലല്ലോ, എനിക്ക് ആവുന്നില്ലല്ലോ, എനിക്ക് നടക്കുന്നില്ലല്ലോ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? കൺസിസ്റ്റൻസി ആണ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്താണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഇതിന്റെ ബെനിഫിറ്റ്സും ഈ മെഡിറ്റേഷനെ പറ്റി ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോ നമ്മൾ ഡ്രൈവിംഗ് ഒരു എക്സാമ്പിൾ പറയണേ. ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ അവിടുത്തെ തിയറീസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. തിയറീസ് പഠിപ്പിച്ചു തന്നിട്ട് നേരെ ടെസ്റ്റിന് പോയി, കിട്ടൂല. വണ്ടി ഓടിക്കാൻ പറ്റുമോ? തിയറി പഠിപ്പിച്ചു തന്നിട്ട് പറ്റൂലടാ, ഒരിക്കലും പറ്റൂല. അതേപോലെ തന്നെയാണ് ഇതും. നിങ്ങൾ കുറെ തിയറി പഠിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ ഇനി മുതൽ എന്തുണ്ടാവണം? മെഡിറ്റേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഫിസിക്കൽ എക്സസൈസും. ഈ മെഡിറ്റേഷനും ഫിസിക്കൽ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെയിനിന് മാത്രമല്ല, നമ്മുടെ മൈൻഡിന് മാത്രമല്ല, ബോഡിക്കും നമ്മൾ എന്ത് കൊടുക്കാണ്? മെഡിറ്റേഷൻ കൊടുക്കാണ്, ഒരു കാംനെസ് കൊടുക്കാണ്. ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലും ഡയമെൻഷനിലും ഒരു മാറ്റം സംഭവിക്കും. ഓക്കെ, നമുക്ക് മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനൊക്കെ സാധിക്കും. പക്ഷേ കണ്ടിന്യൂസ് ഡെഡിക്കേഷൻ ഇസ് വെരി മച്ച് നെസസറി. ഒഴുപ്പി കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കൂല. സത്യം പറയാലോ, ഒന്നും നടക്കൂല. വി ഹാവ് ടു ഡു ദാറ്റ്. നമ്മൾ തീരുമാനം എടുക്കണം, എന്റെ ലൈഫിനെ ഞാൻ മാറ്റാൻ പോവാണ്, ഇങ്ങനെ ഒന്നും ആയ പറ്റൂല. ഓക്കെ, ഇങ്ങനെ ഒന്നും ആയ പറ്റൂല, എന്റെ ലൈഫിൽ ഞാൻ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ പോവാന്ന് തീരുമാനിക്കുന്ന ആ ഒരു പോയിന്റ് ആണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. 10th അല്ല, SSLC അല്ല, +2 അല്ല, ഹാർഡ്ഷിപ്സ് ഉണ്ടാവുന്ന സമയത്തല്ല, ടെസ്റ്റസ് വരുന്ന സമയത്തല്ല. ദിസ് ആർ നോട്ട് പോയിന്റ്, ദാറ്റ് ഈസ് നോട്ട് ടേണിംഗ് പോയിന്റ്. ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദ പോയിന്റ് അറ്റ് വിച്ച് യു ഹാവ് ഡിസൈഡഡ്, യാ ഐ എം ഗോണ സ്റ്റാർട്ട്, ഞാൻ തുടങ്ങാൻ പോവാണ്. ഒരാളെയും മൈൻഡ് ആക്കരുത്, ഒരാളെയും ബോദർ ചെയ്യരുത് വിചാരിച്ചിട്ട് റെസ്പെക്ട് ചെയ്യാതിരിക്കരുത് എന്നല്ല. ബി കൈൻഡ്, ബി റെസ്പെക്ട്ഫുൾ ടു എവ്രി വൺ അറൌണ്ട് യു. അവർക്ക് അറിയാത്തോണ്ടല്ല അവർ പറയാത്ത എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഫോക്കസ് ഓൺ യുവർ ഗോൾ. ഗോൾ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആസ്പെക്ട് മാത്രം സെറ്റ് ചെയ്യുന്നതല്ല. നിങ്ങളുടെ മെന്റൽ, നിങ്ങൾ എന്ന വ്യക്തി ട്രൂ ആയിട്ടുള്ള ഫോമിലേക്ക് എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഗോളിൽ മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മയില്ല, വൺസ് ആൻ ഓതർ ഹാഡ് ടോൾഡ് ദാറ്റ്, പറയുന്നുണ്ട്, നിങ്ങൾക്ക് പുറം ലോകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ആസ്പെക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കണം, അത്രത്തോളം നിങ്ങൾ എന്ന വ്യക്തി എന്ത് ചെയ്യണം?
മാറണം. അതായത് ഞാനൊരു കോച്ചാണ്, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അല്ലെങ്കിൽ എനിക്കിത് ഇത്രയും ക്ലിയർ ആയി പറയാൻ പറ്റുന്നത്, പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മോർ ഓവർ ലേണിങ്ങിനേക്കാൾ അപ്പുറമായിട്ട് ഈ വിസ്ഡത്തിൽ നിന്ന് ഇതുപോലെ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്റെ ലൈഫിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് റിഫ്ലക്ട് ചെയ്തിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടാ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നിങ്ങളെ ലൈഫിൽ നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിലും ഫസ്റ്റ് റിഫ്ലക്ട് ഓൺ യുവർ സെൽഫ്. നമ്മളിൽ റിഫ്ലക്ട് ചെയ്യണം. എന്റെ ഗൈഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്തൊരു വിസ്ഡംസ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഓരോ വിസ്ഡത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മെഡിറ്റേഷൻ കേട്ടു, അല്ലെങ്കിൽ ഇപ്പൊ കേൾക്കുന്ന വിസ്ഡത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ തീരുമാനം എടുക്കണം. ടേക്ക് യുവർ ബുക്ക് and write 2 things you're gonna do, 2 actions you're gonna do. ഇപ്പൊ നമ്മൾ ഇതുവരെ കേട്ട ഒരു സിസ്റ്റത്തിൽ നിന്ന് എന്താണ് ഞാൻ നിങ്ങളുടെ ലൈഫിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് what you gonna do, that matters the most. പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ പറയാം. ഓക്കെ, പെട്ടെന്ന് ആയിക്കോട്ടെ. ബോറടിക്കുന്നുണ്ടാ? ഓക്കെ, വെരി ഗുഡ്. പെട്ടെന്ന് എഴുതിക്കോ. ജസ്റ്റ് നിങ്ങൾ ഹൃദയത്തിനോട് ചോദിക്കേ, ഡിയർ, എന്താണ് ചെയ്യാൻ പോകുന്നത്? വാട്ട് യു ഗോണ ഡു? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ ഇതുവരെ കുറച്ച് വിസ്ഡംസ് കേട്ടു. ഈ വിസ്ഡംസിന്റെ അടിസ്ഥാനത്തിൽ പരമണിക്കൂർ നമ്മൾ കേട്ടിട്ടുള്ള, അല്ല 39 മിനിറ്റ് നമ്മൾ കേട്ടിട്ടുള്ള വിസ്ഡത്തിൽ നിന്ന് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോണത്? എന്ത് മാറ്റം കൊണ്ടുവരാനാ പോകുന്നത്? അല്ലെങ്കിൽ ഈ സെഷന്റെ ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എന്ത് ആക്ഷൻ ആണ് നിങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് പോണത്? ദാറ്റ് ഐ നീഡ്. ഇത് കേട്ട മാമിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു, അതെല്ലാം നമുക്ക് വേണ്ടേ. മാം, ഐ എം ഗോണ ഡു ദിസ്. ദാറ്റ് ഈസ് ദ കറേജ്. ദാറ്റ് ഈസ് വാട്ട് വി നീഡ്. വിത്ത് യുവർ പ്യുവർ ഹാർട്ട്, ഒരാളെയും ബോധറാക്കണ്ട. വിത്ത് ദ കണക്ഷൻ വിത്ത് യുവർ ക്രിയേറ്റർ. അവിടുന്ന് ഗൈഡൻസ് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യാം. യു ക്യാൻ ഡു ഇറ്റ്. എഴുതിയോ? എല്ലാരും എഴുതിയോ? ചാറ്റിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. എഴുതിയിട്ടുണ്ടെങ്കിൽ യെസ്ന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ആക്കിയാൽ മതി. ഓക്കെ, ഓൾ സെറ്റ്? എല്ലാരും സെറ്റ് ആയാ? പെട്ടെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാ പറഞ്ഞുതരാം. വാട്ട് ആർ ദ തിങ്സ് യു ഹാവ് ടു ഫോക്കസ് വെൻ യു ആർ സ്റ്റാർട്ടിങ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞു, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് തിരഞ്ഞെടുക്കണം. രണ്ടാമത്തത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ചാരി ഇരിക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം അങ്ങനെ ചെയ്യാം. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവും, കിടന്നു പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾ വീട്ടിലുള്ളവരുടെ അടുത്ത് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിക്കണം. ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ ഒന്ന് വന്ന് പറയാം. ഇനിയിപ്പോ സ്കൂൾ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഉറക്കം നിങ്ങളൊരു ഹീലിംഗ് ആയിരിക്കും. അതുകൊണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അതിനെ അങ്ങനെ വിടാം. ഓക്കെ, റിഗ്രറ്റ് ഒന്നും ചെയ്യരുത്, ഞാൻ ഉറങ്ങിപ്പോയല്ലോ, അങ്ങനെ ഒന്നും ചെയ്യരുത്. അതൊക്കെ നാച്ചുറലി നമ്മളെ ബോഡിയിൽ ഹാപ്പൻ ചെയ്യുന്നതാണ്. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് ഓക്കെ വേദന വരും. അത് നമുക്ക് ഉള്ളില് ഒരുപാട് സ്ട്രെസ്സും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ബോഡി ഇങ്ങനെ അങ്ങനെ ന്യൂറോൺസും ഇമ്പൾസസും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു സംഭവം വരുന്നത് അതുകൊണ്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോ കുഴപ്പമുണ്ടാവില്ല. പിന്നെ മെഡിറ്റേഷൻ തന്നെ എന്ത് ചെയ്യാ പറ്റുമെങ്കിൽ, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ജസ്റ്റ് ലെവൽ ഓഫ് സംഭവമാണ്, ഇതിന്റെ ഒരു ഗൈഡൻസിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് കോഴ്സസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇതാക്കാം. അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രോഗ്രാംസ് ചെയ്യുന്നവരെ ഹെൽപ്പ് സീക്കുകയാണെങ്കിൽ സീക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഗൈഡ് ചെയ്തിട്ട് പോവാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പോവാം. ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പോ അത് ശ്രദ്ധിക്കാം. പിന്നെ ഒരു ബുക്ക് നിങ്ങളെ കയ്യിൽ വെക്കുക. ഈ ബുക്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരുന്ന ഇൻറ്റ്യൂഷൻസ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്
ചിലപ്പോ എന്തെങ്കിലും ഐഡിയാസോ ഇതിലൊക്കെ മനസ്സിൽ വരും. അതൊക്കെ എന്ത് ചെയ്ത് വെക്കുക, നിങ്ങൾ ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞിട്ട് ആ ബുക്കിൽ ആഫ്റ്റർ മെഡിറ്റേഷൻ തന്നെ എഴുതി വെക്കുക. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ മുന്നേ ആ ഇൻഡ്യൂഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ആൻഡ് പിന്നെ പറയാനുള്ളത്, ഇതിനെ സിമ്പിൾ ആക്കി വിടുക, കോംപ്ലിക്കേറ്റഡ് ആക്കൊന്നും വേണ്ട. ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഇൻ എ നാച്ചുറൽ വേ. ഓക്കെ, ഇത് സ്റ്റാർട്ടിങ് ആണ്ടാണ്, സ്റ്റാർട്ടേഴ്സിനുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ നേച്ചുറൽ ആയിട്ട് എന്ത് ചെയ്തോട്ടെ, പോയിക്കോട്ടെ. ഇനി നമുക്കൊരു മെഡിറ്റേഷനിലോട്ട് കടക്കാം. ഈ മെഡിറ്റേഷനിലോട്ട് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസിലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോ ഒന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ ഒന്ന് സെറ്റ് ചെയ്തിരിക്കും. ആൻഡ് ഐ വിൽ കം നൗ. സെറ്റ് അല്ലേ മെഡിറ്റേഷൻ ചെയ്യാന്? മിസ്ന, എവറിത്തിങ് സെറ്റ്? ഓഡിയബിൾ ആണോ? കറക്റ്റ് ആയിട്ട് ഒന്നും ഓക്കെ ഓക്കെ സീനൊന്നുമില്ലല്ലോ? ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാൻ വേണ്ടി പറ്റുമോ? അത് എന്റെ കയ്യിലില്ല മിസ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മളെ മ്യൂസിക് തന്നെ മതി. നമ്മളെ ഉള്ളിലുള്ള റിതം, ഹാർട്ട് ബീറ്റ്, അത് മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ് സ്റ്റാർട്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിലിരിക്കുക എല്ലാവരും. നെക്സ്റ്റ് തിങ് ഈസ്, എല്ലാം ഒന്ന് ഫ്രീ ആക്കി വിടാം. എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും ഒന്ന് ഫ്രീ ആക്കിയിട്ട് വിടാം. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡിന്റെ മുകളിൽ റൈറ്റ് ഹാൻഡ് വെക്കാം, ഇങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. റിലാക്സ് ആവാ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലോസ് യുവർ ഐസ്. Take a deep breath in. Breathe out slowly. ശ്വാസം ഉള്ളിലോട്ടെടുക്കാം. പതിയെ ശ്വാസം റിലീസ് ചെയ്യാം. പതിയെ. Breathe in. Breathe out slowly. Breathe in. Breathe out slowly. നിങ്ങളുടെ കൈകാലുകളെല്ലാം റിലാക്സ് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുന്നു. റിലാക്സ്, റിലാക്സ്. നിങ്ങളുടെ കണ്ണ് റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗവും റിലാക്സ് ചെയ്യുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ. യു കൻ ഫീൽ യുവർ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇപ്പോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്.
നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാ തോട്ട്സിനോടും ഗുഡ് ബൈ പറയാം. എല്ലാത്തിനോടും ഗുഡ് ബൈ പറഞ്ഞ് നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. വെരി ഗുഡ്. ആ ഹാർട്ടിന്റെ റിതം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പോ. The beautiful rhythm of your heart. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യുന്നു. വെരി ഗുഡ്. റിലാക്സ്, 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 റിലാക്സ്. നിങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ഓരോ വേദനയും ഹീൽ ചെയ്യുന്നു. ഹൃദയത്തിലുള്ള വേദന, മനസ്സിലുള്ള വേദന, ശരീരത്തിലുള്ള ഓരോ പെയിനുകളും ഹീൽ ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സഹിക്കാൻ പറ്റാത്തൊരു അനുഭവം ഓർത്തെടുക്കാം. ക്ഷമിക്കാൻ പറ്റാത്തൊരു അവസരം നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്താനും അതേപോലെ തന്നെ നിങ്ങളെ സക്സസിലേക്ക് എത്താൻ നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഓർമ്മ, ഒരു മെമ്മറി. നിങ്ങൾ കുത്തുവാക്കുകൾ പറഞ്ഞതായിരിക്കും, സങ്കടപ്പെടുത്തിയതായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. അതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു കറുത്ത നിറത്തില് ഒഴുകി പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒഴുകി പോകുന്നതായിട്ട് കാണാം. ആ സംഭവത്തിനോട് മനുഷ്യരാണെങ്കിൽ അങ്ങനെ, സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവത്തിനോട് നിങ്ങൾക്ക് ക്ഷമ കൊടുക്കാം, ഫൊർഗീവ് ചെയ്ത് കൊടുക്കാം, പുറത്ത് കൊടുക്കാം. ഏറെ പൊറുക്കുന്നവനാണ് നമ്മുടെ സൃഷ്ടാവ്. ആ സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പായ നമ്മൾ എന്ത് ചെയ്യണം? പുറത്ത് കൊടുക്കണം. എല്ലാവർക്കും, എല്ലാത്തിനും. Forgive to everyone. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, ഇന്ന് മുതല് നിങ്ങളൊരു മനുഷ്യനാണ്, പുതിയ മനുഷ്യനാണ്, റീബേർത്ത് ചെയ്യപ്പെട്ട മനുഷ്യനാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടന്ന് ഉയർന്ന് രക്ഷപ്പെടാൻ പോകുന്ന മനുഷ്യനാണ്. വി നീഡ് ദ ബ്ലെസ്സിങ് ഓഫ് എവ്രി വൺ. ആരായിട്ടും നമുക്ക് ഒരു റിവെഞ്ചും വേണ്ട. That healing happening in your heart. Very good. നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിനെ, നിങ്ങളും നിങ്ങളുടെ സൃഷ്ടാവും മാത്രമുള്ള ഒരു ലോകം മനസ്സിലോട്ട് കൊണ്ടുവരാം. ഈ മൊമെന്റിൽ നിങ്ങളും നിങ്ങളുടെ സൃഷ്ടാവും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിനോട് സംസാരിക്കാം. നിങ്ങൾക്ക് പറയാം, യെസ്, ഞാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് ദ ന്യൂ ജേർണി.
പടച്ചോനെ, ദൈവമേ, പ്ലീസ് forgive me. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ മൊമെന്റിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഐ ആം ബ്രീത്തിങ്. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാനിത് കേൾക്കുന്നുണ്ട്. ഞാൻ ശ്വസിക്കുന്നുണ്ട്. ഒന്ന് ശ്വസിച്ചു നോക്ക്. ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ? നിങ്ങളെ ഹാൻഡ്സ് ഒന്ന് മൂവ് ചെയ്ത് നോക്ക്. യുവർ ബോഡി ഈസ് മൂവിങ്. എത്ര പേരുണ്ടല്ലേ മൂവ് ചെയ്യാൻ പറ്റാത്തവര്? നിങ്ങൾ ചെയറിലാണ് ഇരിക്കുന്നത്. ചെയർ പോലും ഇല്ലാത്ത എത്ര പേരുണ്ടല്ലേ? നിങ്ങൾ നിലത്താണെങ്കിലും തറയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾ സൃഷ്ടാവ് തന്നിട്ടില്ലേ? മനസ്സറിഞ്ഞുകൊണ്ട് സേ അൽഹംദുലില്ല ഓർ നന്ദി. താങ്ക് യു ഗോഡ്. താങ്ക് യു. താങ്ക് യു. നിങ്ങൾ ഹൃദയത്തിലോട്ടൊന്ന് തൊട്ട് നിങ്ങളുടെ കൈയെ നിങ്ങളുടെ ഹൃദയത്തിലോട്ടൊന്ന് വെക്കുക. മനസ്സറിഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കണേ. എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള വിഷൻ, പർപ്പസ് എനിക്ക് എളുപ്പമാക്കി തരണേ, ഈസി ആക്കി തരണേ. ഇൻ ദി നെയിം ഓഫ് മൈ ഗോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദ ജേർണി ടു മൈ പർപ്പസ്, ദ ജേർണി ടു മൈ ലൈഫ്. യെസ്, ഐ ആം റെഡി. സേ ടു യുവർ സെൽഫ്, സേ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ ഇൻസൈഡ് യു, വിത്തിൻ യു, ഐ ആം റെഡി. ഞാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്. സെൻഡ് മെസ്സേജ് ടു സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് മെസ്സേജ് കൊടുക്കാം. ഞാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്. ഞാൻ പറയുന്നത് പോലെ പറയാം. ഓർ യു ക്യാൻ ലിസൺ ടു മീ. ഹേ മൈ ഡിയർ സബ് കോൺഷ്യസ് മൈൻഡ്, ഐ ആം റെഡി. ഹേ മൈ സബ് കോൺഷ്യസ് മൈൻഡ്, ഐ ആം റെഡി. ഹേ മൈ സബ് കോൺഷ്യസ് മൈൻഡ്, ഐ ആം റെഡി. വെരി ഗുഡ്. You can be grateful to your creators. നിങ്ങളെ രക്ഷിതാക്കളെ പറ്റി നിങ്ങൾക്കൊന്ന് ആലോചിക്കാം. നിങ്ങളുടെ പാരന്റ്സ്, മാതാപിതാക്കൾ. മനസ്സറിഞ്ഞ് അവരോട് നന്ദി പറയാം. വെരി ഗുഡ്. നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റിനും നിങ്ങളുടെ പാരന്റ്സിനോട് ഫോർഗീവ്നെസ് ചോദിക്കാം. യു ക്യാൻ ഹഗ് ദം. ഗീവ് പ്രോമിസ് ടു ദം. ഇനി നല്ല കുട്ടിയായിരിക്കും. വെരി ഗുഡ്. നിങ്ങളെ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിനോടും, നിങ്ങളെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനോടും, നിങ്ങളെ സറൗണ്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഗുരു, ഗൈഡ്, ഇവരോടൊക്കെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എടുക്കാം. ബിക്കോസ് യു ഗോണ സ്റ്റാർട്ട് എ ന്യൂ എറ ഓഫ് യുവർ ലൈഫ്. വെരി ഗുഡ്. സൂപ്പർബ്. സൂപ്പർബ്. വെരി വെരി ഗുഡ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം ഫ്യൂ ടൈംസ്. നിങ്ങളെ ഹാർട്ട്, നിങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളോട് പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് എടുക്കാം. എന്താണ് നിങ്ങളോട് പറയുന്നത് ഈ നിമിഷം? എന്ത് ചെയ്യാനാണ്? എങ്ങനെ നിൽക്കാനാണ്? ടു ഡു വാട്ട്? വെരി ഗുഡ്. യു ഗോണ ലവ് എവ്രിവൺ. യു ഗോണ ലവ് എവ്രിവൺ. നിങ്ങൾ സ്നേഹമാണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും സ്നേഹമാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും സ്നേഹമാണ്.
നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫേസിൽ എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ട്. വെരി ഗുഡ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. നിങ്ങളെ സ്നേഹിക്കാം. നിങ്ങൾ എന്ന വ്യക്തി എന്ത് തരത്തിലാണെങ്കിലും, however it is, love yourself the way you are. I love you. നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ പറയാ, I love me. I love me. ആ സ്നേഹം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ഹഗ് കൊടുത്തേ. Give a tight hug for yourself. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയും, ആരൊക്കെ നിന്നെ കൈവിട്ടാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എനിക്ക് പേടിയില്ല, ബിക്കോസ് എന്റെ സൃഷ്ടാവ് എന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഉറക്കിലും ഉണർവിലും എപ്പോഴും. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രോമിസ് കൊടുക്കുക, I'm gonna start my new journey. Very good. Relax. 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 Calm your heartbeat. Calm yourself. Calm. ഒരു 1 minute നത്തിങ്നെസ്സിലിരിക്കാം. ഒന്നും അല്ലാത്ത സ്റ്റേറ്റില് ഒന്നും ആലോചിക്കാതിരിക്കാം. 1 minute. Very good. Superb. Very good. Very good. Slowly focus on your beautiful breath. Take a deep breath in. Breathe out slowly. Take a deep breath in. Breathe out slowly. Breathe in. Breathe out slowly. Relax. Relax. With a beautiful, happy face, you can slowly come back to this new world, the rebirth world. You can begin your success journey at this beautiful moment. അടിപൊളി. റിലാക്സ് ആയി തോന്നി, കണ്ണ് തുറക്കാൻ തോന്നി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തുറക്കാം. ആൻഡ് യു ക്യാൻ ഡു, നിങ്ങളുടെ കൈകൾ രണ്ടും റബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിലൊന്ന് എന്ത് ചെയ്യാം, ടച്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ചൂടാക്കിയിട്ട് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്യാം. Okay, dears. So we have the time now. And yeah, എന്തായാലും അടിപൊളി. അപ്പോ മെഡിറ്റേഷൻ ചെയ്ത് കുറെ കാമായിരിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് ആ മെഡിറ്റേഷനിലൂടെ നമ്മളെ ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. ഞാൻ പറഞ്ഞത് മറക്കരുത്. നിങ്ങൾ എന്തൊക്കെ വിസ്ഡംസ് കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ, പ്രാവർത്തികാക്കണം. നിങ്ങൾ അവര് പറയുന്നത് പോലെ ചെയ്യണം എന്നല്ല, നിങ്ങളുടെ രീതിയിലേക്ക് അത് മാറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, ലൈഫിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. ഇപ്പോഴും പറയുന്നത് പോലെ ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ചാൻസ് ഒന്നുമില്ല. ഓക്കെ, ബട്ട് ദിസ് ഈസ് റിയലി എ സെക്കൻഡ് ചാൻസ് ഫോർ യു. ഇന്ന് തൊട്ടിട്ട് എന്ത് ചെയ്യണം, ലൈഫിനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അല്ലെ, എന്ത് കാര്യത്തിനും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. എവിടെയും നമ്മൾ തോറ്റിട്ടില്ല, ഒന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നുണ്ട്, ബ്രീത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്.
ഒക്കെ ഉണ്ട്. ഒന്ന് എന്ത് ചെയ്യാ, പ്ലാൻസ് ഒക്കെ ഒന്ന് മാറ്റി പിടിച്ച് ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫിസിക്സിൽ ഒരു സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് ബോളൊക്കെ ഇങ്ങനെ ഒരു ഒരു പോയിന്റിൽ നിർത്തിയിട്ട് ഇങ്ങനെ കറക്കൂലേ, അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, അങ്ങനെ നമുക്ക് ഒരു പെൻസില് അത് ആ സെന്റർ ഓഫ് മാസിൽ നിർത്തുമ്പോ അത് ബാലൻസ് പോവാണ്ട് കറക്റ്റ് നിൽക്കും. ഓക്കെ. ഓക്കെ. മനുഷ്യന്റെ സെന്റർ ഓഫ് മാസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൃഷ്ടാവുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബന്ധാണ്. ആ ബന്ധത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് നമ്മളിങ്ങനെ ആടാൻ വേണ്ടിയിട്ട് തുടങ്ങും. ദാറ്റ് മീൻസ് നമുക്കൊരു പിടുത്തം കിട്ടാത്ത പോലെ തോന്നും. മനസ്സിലാവുന്നുണ്ടാ? അപ്പോ നിങ്ങളെ ലൈഫില് ഏതൊരാളടുത്തും ഏതൊരു സമയത്തും ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ സെന്റർ ഓഫ് മാസിനെ, നിങ്ങളെ സൃഷ്ടാവുമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണക്ഷനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്താ പറയാ, കോംപ്രമൈസ് ചെയ്യരുത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒരൊറ്റ വഴി പറഞ്ഞുതരാം. നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക, അവിടെ ഒരു കോട്ട സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എന്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കോട്ട സംഭവിച്ചിട്ടുണ്ടോ നോക്കുക. അതൊന്ന് റിയലൈൻ ചെയ്യുമ്പോ, ആ സെന്റർ ഓഫ് മാസിനെ സെന്ററിലാക്കി നിൽക്കുമ്പോ ബാക്കിയൊക്കെ പുറത്താണ്. എന്റെ സൃഷ്ടാവാണ് സെന്റർ. അതിനെ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ജീവിതത്തിന്റെ താളം തെറ്റാതെ ജീവിതം പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അഥവാ താളം തെറ്റിയാലും കൈപിടിച്ചുയർത്താനും കൂടെ നിൽക്കാനും ആരുണ്ടാവും? സൃഷ്ടാവ് ഉണ്ടാവും. എല്ലെങ്കിലും ഉണ്ടാവും. തിരിച്ചറിയാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നും നോക്കണ്ട, ജസ്റ്റ് റിയലൈൻ, റീസ്റ്റാർട്ട് ചെയ്യും മക്കളെ. എന്തിനാ പേടിക്കുന്നത്? ഒരു പേടിയും പേടിക്കണ്ട. തുടങ്ങ്, ചെയ്യ്, പ്രവർത്തിക്ക്. നമുക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും. താങ്ക് യു. ദാറ്റ്സ് ഫോർ ദി ഡേ. ഓക്കെ. താങ്ക് യു സോ മച്ച്. അടിപൊളി ടീമായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇൻഷാല്ല നമുക്ക് ഇനിയും ഒരുപാട് സമയങ്ങളായിട്ട് കാണാം. ഓക്കെ, ഓവർ ടു യു മിസ്ന. താങ്ക് യു മാം. താങ്ക് യു. ഒരു പവർഫുൾ മെഡിറ്റേഷൻ തന്നെ തോന്നുന്നത്. എല്ലാ ആസ്പെക്റ്റും ഇങ്ങനെ ടച്ച് ചെയ്ത് പോയി ഒരു പവർഫുൾ സെഷൻ കൊടുത്തു. എന്താണ് മെഡിറ്റേഷൻ, എത്രത്തോളം അതിൽ ബെനിഫിറ്റ്സ് ഉണ്ട്, എന്നിട്ട് അതിൽ മെല്ലെ കൊണ്ടുപോയി എന്താ പറയാ, ഒരു എനർജി റൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാമല്ലോ, അവർ പറയായിരിക്കും. ഫായിസ മാം അതുപോലെ ചിലരൊക്കെ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഓരോരുത്തർക്ക് ഫീഡ്ബാക്ക് പറയാം കേട്ടോ, നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായി എന്നുള്ളത്. ഫായിസ മാം മ്യൂട്ട് ചെയ്തോളൂ. ഫസ്റ്റ് താങ്ക് യു മാം. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്, പക്ഷെ എനിക്ക് തോന്നണ എവിടെയൊക്കെ പഠിച്ചതിന്റെ ഗൈഡ് ചെയ്ത് എത്തിച്ച പോലെ ഇന്ന് മോർണിംഗ് തൊട്ടേ ഞാൻ ഈ ഒരു ഫീലിലായിരിക്കണത്. ഇന്ന് വാട്സപ്പിൽ എന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ ഈമാൻ തകർക്കുന്ന കാര്യങ്ങളൊന്നും എന്നിലേക്ക് അടുപ്പിക്കല്ലേ നാഥാന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട് വെച്ചത്. കാരണം എനിക്ക് മോർണിംഗിലെ ഫീൽ ചെയ്തൊരു കാര്യം അതായിരുന്നു. എന്തൊക്കെയോ മാം പറഞ്ഞ പോലെ എന്റെ എന്താ പറയാ സെന്റർ ഓഫ് മാസിന് എന്തൊക്കെയോ തകരാറ് വരുന്നെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഞാൻ ഒന്ന് റീതിങ്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ എനിക്ക് വേണ്ടതൊക്കെ എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ പോലെ എനിക്കിപ്പോ ഫീൽ ചെയ്യും. എനിക്കിപ്പോ കറക്റ്റ് കിട്ടിയ മെഡിറ്റേഷൻ, ഞാൻ ഗൈഡഡ് ആണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുമ്പോ എനിക്ക് വേണ്ടത് അതല്ല, ഇതാണ്. മാം ഇപ്പൊ പറഞ്ഞ മെഡിറ്റേഷന്റെ ഇടയിൽ പറഞ്ഞ സന്മാർഗത്തിലേക്ക് നയിക്കണത് ശരിക്കും എനിക്ക് അതൊക്കെ ഉള്ളത് ഇങ്ങനെ ആ വൈബ്രേഷൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞ. താങ്ക് യു സോ മച്ച്. മാം ആള് നമ്മളെ എല്ലാ യൂണിറ്റ് ടോക്ക് അറ്റൻഡ് ചെയ്യുന്ന ആളാണ് കേട്ടോ. നമ്മളെ ഗൈഡിന്റെ സ്റ്റുഡന്റ് ആണ്. 15th ബാച്ചിലെ ബെസ്റ്റ് പാർട്ടിസിപ്പന്റ് ഒക്കെ ആയിരുന്നു ജിസിയിലെ. ഇങ്ങനെ സെറ്റാണ്. ആണോ? വാവ്, കൺഗ്രാറ്റുലേഷൻസ്. മാഷാഅല്ലാ, അടിപൊളി. കീപ് ഗോയിങ് ഡിയർ വിത്ത് ദിസ് പവർ. ഇനിയും ഒരുപാട് മിറാക്കിൾസ് ഓൺ ദി വേ. നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക് പറയാൻ? ഹയോ ഹയോ എന്തെങ്കിലും പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്തോളൂ. മാം 1 മിനിറ്റ് ട്ടോ. പിന്നെ മുന്നേ സത്യൻ സർ. മാം പറയട്ടെ? കണ്ടിന്യൂ. ജസ്റ്റ് ചെറിയ ഇഷ്യൂ ഇവിടെ, അതാണ് പ്രശ്നം. സോറി.
ഞാന് ആദ്യമായിട്ടാണ് ഇത്രയും നന്നായിട്ട് ഒരു ഓൺലൈൻ മെഡിറ്റേഷൻ ചെയ്യുന്നത്. മാം ആദ്യം ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോ ഫസ്റ്റ് ഒന്നും ഞാൻ റെഡി ആയിരുന്നില്ല. പിന്നെ മാം ഇങ്ങനെ എന്തുകൊണ്ടോ എനിക്ക് തോന്നി എപ്പോഴും ഞാൻ എം ടി കപ്പായിട്ടാ വന്നിരിക്കല്. കാരണം എനിക്ക് പൊതുവെ സീക്കണ ഭയങ്കര ഇഷ്ടാ. ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടാ. എന്തുകൊണ്ടാന്ന് അറിയില്ല, എനിക്ക് അങ്ങനത്തെ ബുക്സിനോടും ഇങ്ങനെ കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടാ. ഞാനിങ്ങനെ ഇന്ന് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട് എന്ന് കണ്ടപ്പോ തന്നെ ഞാൻ വന്ന്, എന്റെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ മെഡിറ്റേഷൻ എടുക്കാണ്. ആള് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ടില്ല എന്നുള്ളൂ. മാം എടുത്ത ഫുൾ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പൊ പോയി മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോ ആളിനോട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം യുണീക്നെസ് ഫെസ്റ്റിന് മാം വന്നിട്ടുണ്ട്, മാമിന്റെ മെഡിറ്റേഷൻ ഒരുപാട് പേർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആള് നന്നായിട്ട് യൂട്യൂബ് ഒക്കെ കാണുന്നതുകൊണ്ട് ഫുൾ യൂട്യൂബ് ചാനലില്ല. ഹർഷൽ മാജിദ് സാറിന്റെ ഒക്കെ ക്ലാസ് യൂട്യൂബ് ചാനൽ ഫുൾ എടുത്ത് ഇങ്ങനെ അടിച്ചു പെറുക്കി കാണുന്ന ഒരാളെ എന്റെ അനിയത്തി. സോ അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാം ആണ് കഴിഞ്ഞ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് എന്തോടെ ഞാൻ അങ്ങനെ യൂണിക്നെസ് ടോക്കിനൊക്കെ ഇങ്ങനെ വരലുണ്ട്. എല്ലാത്തിലും അൽഹംദുലില്ലാ അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ മാം. ഞാൻ പറഞ്ഞല്ലോ, ഹോണസ്റ്റ്ലി ഞാൻ പറയണേ, ഓൺലൈനിൽ ആദ്യമായിട്ടാണ് ഇത്രയും എന്നെ ടച്ച് ചെയ്തൊരു മെഡിറ്റേഷൻ. ഓഫ്ലൈനിൽ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ടച്ച് ചെയ്യും. അത് അതിപ്പോ ഞാനിപ്പോ യുണീക്നെസ് ഫെസ്റ്റിന് പോയപ്പോ അതായിരുന്നു എനിക്ക് ഓഫ്ലൈനിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത്. അതിനുശേഷം ഓൺലൈനിലും ടച്ച് ചെയ്യാൻ കഴിയുന്നൊക്കെ മനസ്സിലായത് ഇപ്പൊ മാമിന്റെ കണ്ടപ്പോ. താങ്ക് യു സോ മച്ച് മാം. പിന്നെ ഹയ, ശരിക്ക് കഴിഞ്ഞ ഫെസ്റ്റിലും തസ്നീമായിരുന്നു വരേണ്ടത്. തസ്നീമാന് ചെറിയൊരു ഹെൽത്ത് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ടാണ് ഫാത്തിമ മുഹമ്മദ് വന്നിരുന്നത്. അപ്പൊ നെക്സ്റ്റ് ഫെസ്റ്റ് വരുന്നുണ്ട് ഓഗസ്റ്റ് 10-ാം തീയതി. അതില് തസ്നീമ എന്നാണ് ഉണ്ടാവുക. അത് വരാൻ പറ്റുമെന്ന് അറിയില്ല, ക്ലാസ് തുടങ്ങിയില്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, എന്നാലും ഞാൻ പറഞ്ഞതാ, മാമാണ് ഓക്കെ. അടുത്തതിൽ ഉണ്ടാവും പറഞ്ഞതാ. ഇൻഷാ അള്ളാ. സൺഡേയോ? എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ, അത് മതി. താങ്ക് യു താങ്ക് യു താങ്ക് യു മാം. സത്യൻ സർ എന്തോ പറയാൻ വന്നു. മൈക്ക് മ്യൂട്ടാണ്. മിസ്സിന് അതൊന്നും സത്യൻ സാറിന്റെ ടാസ്ക് കൊടുത്തിട്ടുണ്ട്, പറ്റുന്നില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഫോൺ ആയതായിരുന്നു. റെഡി റെഡി. റെഡിയാണ് അല്ലേ? ആ പറഞ്ഞു. മാഡം സാർ കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? കേൾക്കുന്നുണ്ട് സാർ. സാറേ, ഞാനേ മാഡം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഏതായാലും വഴിയിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും ഈ സ്പീച്ച് കേട്ടപ്പോൾ അതിന് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടി. വളരെ നന്ദിയുണ്ട്. വളരെ നല്ല സ്പീച്ച് ആയിരുന്നു. എല്ലാ ആശംസകളും. ശരിയല്ലേ? താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് ഓക്കെ. സാർ. എനിക്കൊന്ന് പുറത്ത് കല്യാണ വീട്ടിലുള്ളൂ. വെക്കേഷൻ ഗ്രേറ്റ്, താങ്ക് യു. തസ്നീമ ആള് നമ്മളെ ബാച്ച് 9th പാർട്ടിസിപ്പന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആരാണ് ഫീഡ്ബാക്ക്? സമീറ എന്നുള്ള ഒരാളെ കണ്ടിരുന്നല്ലോ, വീഡിയോ മോഡിൽ കംപ്ലീറ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കണ്ടോ മാം? സമീറ മാം. ഹലോ മാം, വീഡിയോ ഉണക്കാൻ മതിയാ? ഓക്കെ, എന്നാ വീഡിയോ ഓഫ് ചെയ്ത് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ക്ലാസ് അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ലാസ് കിട്ടുന്നത്. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വേദന വരുന്നുണ്ട്, കൈയും കടച്ചിലിങ്ങനെ വരിക. അപ്പൊ ഒന്നും കൂടി എണീറ്റിക്കും, പിന്നെ ഇരിക്കും, ഇങ്ങനെ വേദന വന്നുകൊണ്ട് നിൽക്കുക. പക്ഷെ ഇന്ന് ഒരു വേദന ഉണ്ടായിട്ടില്ല, ഭയങ്കര സന്തോഷം. ഇത്രയും ചെയ്ത എന്നും വേദനയായിരുന്നു. എനിക്കൊരു അത്ഭുതം, എന്ത് പറ്റിയെന്ന് വേദന വരാത്തണ്ടാന്ന് നോക്കി. നല്ലോണം ഒന്ന് മെഡിറ്റേഷൻ ഇനി ഒന്ന് ഈ മാമിന്റെ ക്ലാസ് ഉണ്ടായ വളരെ ഉപകാരമായിരുന്നു. മാഷാ അല്ലാ, തസ്നീമ പോരാന്ന്. അതൊക്കെയല്ല. പിന്നെ ഇതിൽ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യാ മിസ്? നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടിയ ഇതിൽ ജോയിൻ എങ്ങനെ? നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടിയില്ലേ ഇന്നത്തെ സെഷന്റെ? അതെ അതെ.
ആ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. താഴെ താഴെ ഞാൻ കമന്റിൽ മെൻഷൻ ചെയ്തിട്ട് നമ്പർ 8137023966. ഞാൻ പിന്നെ ഇത് നേരിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് കമന്റ് കാണൂലല്ലോ, കൂടി വേണ്ടി പറഞ്ഞതാണ്. 8137023966. ഓക്കെ സർ. താങ്ക് യു താങ്ക് മാം. യു. താങ്ക് യു മാം. നെക്സ്റ്റ് വേണം ആരാണ് ഫീഡ്ബാക്ക് പറയാനില്ലേ? അവരെ വിളിക്കാൻ കാരണം അവരെ വീഡിയോ മോഡിൽ വന്നിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വിളിച്ചാണ്. അല്ലാതെ പാർഷ്യാലിറ്റി ഒന്നും കാണിച്ചല്ല കേട്ടാ. അടുത്ത ആരാണ്? മാമ കുടിരിക്കലിന് വന്നിട്ടില്ലല്ലോ മാമെ വിളിച്ചിട്ട്. സോറി മാം. അഫ്സൽ സാർ ഇവരെനിക്ക് മെസ്സേജ് ചെയ്ത് അത്യാവശ്യം കണക്ട് ആയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറയുന്നത് വീടിന്റെ കുടിരിക്കലിന് വരുവണ്ടിന്നില്ല. സോറി. കൺഗ്രാറ്റുലേഷൻസ്. മാഷാഅല്ലാഹ്, മബ്രൂക്ക്. സാറാ മാം പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. അസ്സലാമു അലൈക്കും. സാറ എന്നല്ല പേര്, ഹിറ എന്നാണ് മോളുടെ പേര്. മോള് റീനെയിം ചെയ്തതാണ്. ഞാൻ ലാസ്റ്റ് ഇപ്പം കഴിഞ്ഞ യൂണിക് ഫെസ്റ്റിന് പങ്കെടുത്തത്, അത് ആദ്യമായിട്ടാണ്. ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ യൂണിക് ഫെസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് നമ്മള് ജീവിതത്തില് എന്താണോ തേടുന്നത് അത് ഇതിന്റെ അടുത്തേക്ക് വന്നു എന്നൊന്നും തോന്നില്ല. നമ്മള് ലൈഫിൽ ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കാൻ തുടങ്ങിയത് മുതൽ എന്തെങ്കിലും ഒരു മാറ്റം വേണം, ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ സംഘാടകരായിട്ടോ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ആയിട്ടോ ഒരു ബന്ധം എനിക്കില്ല. അങ്ങനെ ഒരു ജനറലി ഒരു പോസ്റ്റ് കാണുന്നു, അതിൽ ജോയിൻ ആവുന്നു, പോണോ പോണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കുന്നു, ഓരോരോ തടസ്സങ്ങൾ വന്നു. പക്ഷെ അപ്പോൾ നോക്കാം എന്താ എന്ന രീതിയിൽ പോയ ഒരു പ്രോഗ്രാം മാത്രമാണ്. അപ്പം ആ കമ്മ്യൂണിറ്റിന്റെ ഒക്കെ ഭാഗമാണ് ഇപ്പോൾ, ഗ്രൂപ്പ്സിലൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ഒരു സെഷൻസ് നടക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. അന്ന് പോയപ്പോ ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു. അത് ഫസ്റ്റ് ടൈമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളത്. അതിന്റെ ഗുണങ്ങളൊക്കെ യൂട്യൂബിലും ഷോർട്സിലും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും ഇതൊക്കെ ഇപ്പൊ അറിയാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്. അപ്പം അന്ന് ഫസ്റ്റ് ടൈമാണ് മെഡിറ്റേഷൻ എന്നുള്ള സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചോളം കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ. എന്തൊക്കെയാ എനിക്ക് ഫീൽ ആവണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ മനസ്സിലാവാത്ത ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആയിരുന്നു. അപ്പം ഇന്ന് ഇത് പറഞ്ഞ പോലെ ലിങ്ക് വന്നു, ഞാൻ ജോയിൻ ചെയ്ത് നോക്കട്ടെ ഇങ്ങനത്തെ പ്രോഗ്രാംസിലേക്ക് എന്നുള്ള രീതിയിൽ വീണ്ടും ജോയിൻ ചെയ്താണ്. എനിക്ക് മാമിന് പറയാനുള്ളത്, മാമിന്റെ മെഡിറ്റേഷന്റെ മുന്നേ എനിക്ക് തോന്നുന്ന മാമിന്റെ കാര്യത്തിൽ എനിക്കൊന്ന് പറയാൻ തോന്നിയത് പോസിറ്റീവ് എനർജി. മാം ത്രൂ ഔട്ട് ദ പോസിറ്റീവ് എനർജി, എവിടുന്നോ ഒരു പറഞ്ഞ പോലെ ആ പോസിറ്റിവിറ്റി ഇങ്ങോട്ടേക്ക് നമുക്ക് അതൊരു പ്രത്യേക തന്നെയാണല്ലോ. നമ്മളിപ്പം ഈ ഗ്രൂപ്പിൽ മൊത്തമായിട്ട് എനിക്ക് അന്ന് പ്രോഗ്രാം പോയപ്പോഴേ തന്നെയാണ് നമ്മളെല്ലാത്തിനും ഉപരി എന്താ പറയാ ഒരു പ്രോഗ്രാമിനെ കൊണ്ട് മാറി മറന്നതൊന്നുമില്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ട്. വെച്ചാൽ നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മൾ എവിടെയാണ് എത്തിപ്പെടുന്നത്, നമ്മൾ അതിനനുസരിച്ചാണ് നമ്മളെ എനർജി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ആ പോസിറ്റീവ് വൈബ് സത്യം പറഞ്ഞാൽ ഈ ത്രൂ ഔട്ട് ഈ സെഷനിൽ മാമിന്റെ അടുത്ത് നിന്ന് ഫസ്റ്റ് ഉണ്ടായ ക്ലാസ്സസ് ഒക്കെ എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. പിന്നെ മാം പറഞ്ഞ പോലെ സത്യം ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അതിലേക്കുള്ളതാണ്. പിന്നെ മെഡിറ്റേഷൻ തീർച്ചയായിട്ടും കുറച്ചും കൂടി കണക്ഷൻസ് വരുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്തു. പിന്നെ അഫ്സൽ സാറിന്റെ ഒരു മെഡിറ്റേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. പിന്നെ നെക്സ്റ്റിലേക്ക് അങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടാണ്. അപ്പം അതിലേക്ക് കണക്ട് ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ മെഡിറ്റേഷൻ ഞാൻ എന്റെ മോള് 9 വയസ്സാണ്, സാറ എന്ന് പറയുന്ന മോളാണ്. അവളെ ഒന്ന് ഇരുത്തി ഈ പറഞ്ഞ പോലെ അവള് ഓരോന്നിങ്ങനെ പറയുമ്പോ അവൾക്ക് റിലേറ്റ് ആയി ഇങ്ങനെ പറയാം. അവൾക്ക് അത്ര വിവരം മനസ്സിലായിട്ടുണ്ടാവില്ല, പറഞ്ഞതൊന്നും മനസ്സിലായിട്ടുണ്ടാവും, ഫുള്ളും ഗ്രാബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാൽ കൂടി അമ്മ ഞാനിങ്ങനെ ആലോചിച്ച് നമ്മൾ ഓരോന്നിങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ഒഴിവാക്കണം, ഫോർഗീവ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉമ്മാനിങ്ങനെ പറഞ്ഞ് ആലോചിച്ചെന്നൊക്കെ പറഞ്ഞത്. അപ്പം അതിലൊരു സന്തോഷം. ഞാനും മകളും കൂടിയാണ് അറ്റൻഡ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇപ്പം തുടരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ജസക്കല്ലാഹ് ഖൈർ. താങ്ക് യു സോ മച്ച് എല്ലാവരോടും, എല്ലാ മെമ്പേഴ്സിനോടും. താങ്ക് യു മാം. താങ്ക് യു മാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അഡ്മിഷൻ എടുത്ത എന്തോ ആളായിരുന്നു. ഫെസ്റ്റിന് തലേന്ന് ഉച്ചയ്ക്കെങ്ങാണ്ടോ പെട്ടെന്ന് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ സത്യം അതെ അതെ അതെ. ഞാൻ മാമിനെ കണ്ടപ്പോ ശരിക്കും ഞാൻ വിചാരിച്ചു, എന്നോട് നമ്മളുടെ സ്റ്റുഡന്റ് ജസ്ന എന്ന് പറഞ്ഞൊരു മാം ഉണ്ട്, ഫസ്റ്റത്തെ നമ്മളെ ഓൺലൈൻ ബാച്ചിൽ ഉണ്ടായിരുന്ന മാമാണ്. തസ്മി മാമിനെ അറിയാം.
ജസ്ന മാം, ഞാൻ പെട്ടെന്ന് ഫേസ് കണ്ടപ്പോ ഇത് ജസ്ന മാം ആണോ? ഞാൻ ജസ്ന മാമിനോട് ഞാൻ പറഞ്ഞു ഓർത്തില്ല. രാത്രി ജോയിൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഓൾറെഡി സീറ്റ് ഫുൾ ആയി പോയിട്ടുണ്ട് മാം, ഇനി വന്നാൽ ചിലപ്പോ ആ, ഇരിക്കാനൊന്നും ആ. പ്രോപ്പർ സീറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെ മാം എത്തിപ്പെട്ട്, അപ്പൊ പറഞ്ഞു ഇത് ജസ്ന മാം അല്ലാന്ന് പറഞ്ഞു. മാം സാറ് പറഞ്ഞ പോലെ കണ്ടപ്പോ ഓടി വന്നിങ്ങനെ സംസാരിച്ചപ്പോഴാ പറഞ്ഞു അങ്ങനെ വേറെ ആരാന്ന് വിചാരിച്ചെന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞ പോലെ സാറ് ഡൗൺ ടു എർത്ത് ആയിട്ട് എല്ലാരോടും പറയപ്പോൾ എനിക്ക് എന്തിനാ സാർ ഡൗൺ ടു എർത്ത് ആവുന്ന അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അല്ല മാം, അല്ലല്ല, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചല്ലേ, സെയിം ഫേസ് കട്ടാ ജസ്ന മാമിന്, അതാ ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട്. ഞാൻ വിചാരിച്ചു ജസ്ന മാമിന് എത്തിപ്പെടാൻ പറ്റിയല്ലോ, സീറ്റ് കിട്ടിയോന്ന് വിചാരിച്ചു. ആരോ ക്യാൻസൽ ചെയ്തപ്പോ ജോയിൻ ചെയ്താൽ ഞാൻ വിചാരിച്ചു. ലാസ്റ്റ് മൊമെന്റ് പറഞ്ഞ പോലെ ഞാൻ ലാസ്റ്റ് മൊമെന്റ് പറഞ്ഞ ജോയിൻ ചെയ്ത ആളാണ്. ഏതായാലും മാം ആയിരുന്നു സന്തോഷം. എത്തിപ്പെടേണ്ടത്. ഇപ്പൊ മാം എത്തേണ്ട ആൾക്കാർ എന്തായാലും എത്തിപ്പെടല്ലോ. നമുക്ക് അതാണ്. നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും നമ്മളിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ എവിടെയും ബ്ലോക്ക് ആവില്ല. നമ്മൾ കേൾക്കാറില്ലേ, നമ്മളുടെ ഈ ചുണ്ടിന്റെ അടുത്തുള്ള ഈ അടുത്തുണ്ടെങ്കിലും മൂക്കിന്റെ തൊട്ടടുത്തുള്ള സാധനമാണെങ്കിൽ പോലും നമ്മളിലേക്ക് ഉള്ളതാണെങ്കിൽ എത്തൂല. പക്ഷെ മലകൾക്കപ്പുറത്തുള്ളതാണെങ്കിൽ പോലും നമ്മളിലേക്ക് എത്താനുള്ളതാണെങ്കിൽ നമ്മളെ തേടി വരുന്ന കേൾക്കാറുണ്ടല്ലോ. അതേപോലെ ഞാൻ സത്യം പറഞ്ഞ തസ്നീമൊക്കെ നമ്മളെ ടീമിലേക്കൊക്കെ അങ്ങനെ തേടി വന്നത്, എങ്ങനെ എത്തിയെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞാനും അങ്ങനെ. ഞാനും അങ്ങനൊക്കെ ആരും തന്നെയാണെന്ന് ഇപ്പം ഗ്രൂപ്പിലേക്ക് ജോയിൻ ആയതും തോന്നുന്നുണ്ട്. വിചാരിക്കാണ്ട് എത്തിയതാണ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സന്തോഷം. താങ്ക് യു മുന്നോട്ട് സോ പോകാം. മച്ച്. നെക്സ്റ്റ് ആരാന്ന്? ഒരു ഐഷ എന്നുള്ള ആളെ കണ്ടിരുന്നല്ലോ, വീഡിയോ മോഡിലൊക്കെ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു, മെഡിറ്റേഷൻ ഒക്കെ അത് ഫുള്ള്. എനിക്ക് തോന്നുന്നു നമ്മളെ ഫീഡ്ബാക്ക് പറഞ്ഞ ഐഷ മാം ആണെന്ന് തോന്നുന്നു. നമ്മളെ ഫെസ്റ്റിന്റെ അന്ന് ഫീഡ്ബാക്ക് പറഞ്ഞിരുന്നു ഐഷ മാം. ആ ഐഷ മാം ആണോ? ഐഷ പി, ഐഷ കെ കുറെ ഐഷ ഉണ്ട്. ആണോന്ന് അറിയില്ല. നമ്മള് ഷെയ്ന മാം ഒക്കെ ഉണ്ടല്ലോ. നെക്സ്റ്റ് ആർക്കാന്ന് ഫീഡ്ബാക്ക് പറയാനില്ല? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയുകയും ചെയ്യട്ടോ. തെഹസീന മാം, ഷുഹൈന മാം, ആമില മാം, അബ്ദുൽ സിത്താർ സർ. മറ്റേ സ്കൂളിൽ അറ്റൻഡൻസ് വിളിക്കുന്ന പോലെ എല്ലാവരും വിളിക്കാതെ പെട്ടെന്ന് വരും. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അറിയിക്കേട്ടോ, നമ്മളെല്ലാവരും മെൻഷൻ ചെയ്ത് പോകാൻ നിർത്തിയിട്ടാണ്. ഹിബ മാം, ഇർഷാദ് സർ, റിസ്ല മാം, മൊയ്തീൻ കുട്ടി സർ, മുർഷിദ മാം, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? ഷമോദ മാം, തസ്ലീമ മാം, ഒരു ബ്രേക്കിന് ശേഷമല്ലേക്കായിരുന്നു, എന്തെങ്കിലും അറിയിക്കാനുണ്ടോ? രമേശ മാം, നമ്മളെ ബാച്ചിത്തെ രമേശ മാം ആണത്? റിയാസ് സർ, എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. തസ്നീം മാം സെഷനിലുണ്ട് മെഡിറ്റേഷനെ കുറിച്ചോ, ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ അഫ്സൽ സാറും ഇവിടെ ഉണ്ട്, രണ്ടാളും റിപ്ലൈ തരും. നമ്മൾ രണ്ടാളും വേണമെന്നല്ല, വിസ്മന്നെ റിപ്ലൈ തരും. അങ്ങനെയല്ല. ഷൈന മാം, മാം, പറഞ്ഞോളൂ. ഈ മെഡിറ്റേഷൻ ചെയ്ത ആൻസൈറ്റി ഫുള്ളായിട്ട് പോവോ? കുറക്കാൻ വേണ്ടി പറ്റൂ. നമ്മൾ ഡെയിലി കൺസിസ്റ്റന്റ് ആയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറക്കാൻ വേണ്ടി പറ്റും. ഒരൊറ്റ മെഡിറ്റേഷൻ, സിംഗിൾ മെഡിറ്റേഷൻ അല്ല, നമ്മൾ ഡെയിലി ഹാബിറ്റ് ചെയ്യിക്കാണ്ട് ഒരു ടൈമിൽ ഇന്ന് മെഡിറ്റേഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, മാം പറഞ്ഞില്ലേ നമ്മളെ ഇന്നർ പീസ് കണ്ടെത്തുന്നില്ല. ഈ ആൻസൈറ്റിന്റെ ഒരു റീസൺ വരുന്നത് നമ്മളെ ഉള്ളിൽ എന്തൊക്കെയോ ഡൗട്ടുകൾ ഉള്ളതുകൊണ്ടല്ലേ. നമ്മള് നമ്മള് പഠിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഇല്ലേ, വിശ്വാസവും ഭയം ഒരു മനസ്സിൽ നിലനിൽക്കൂല എന്നില്ല. നമുക്ക് ഈ വിശ്വാസം സ്ട്രോങ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് മെഡിറ്റേഷൻ എന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ബിലീഫ്സിന്, അതിപ്പോ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു തവക്കുൽ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് മെഡിറ്റേഷൻ കൊണ്ടുവരാ പ്രാക്ടീസ് ചെയ്യാന്നില്ല. അത് കൊണ്ടുവരുമ്പോൾ ഗ്രാജുവലി ആൻസൈറ്റി കുറഞ്ഞു വരും. ക്ലിയർ ഓക്കെ ആയോ? ഓക്കെ. ഈ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും, അങ്ങനെ എന്താണ് ഇങ്ങനെ ആലോചിച്ച് അഫ്സൽ സർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. ചെയ്യാനുണ്ടോ? എങ്ങനെ? അല്ല, ഞാൻ അഫ്സൽ സർ അടുത്ത് ചോദിച്ചാൽ സാറിന് എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടാവുന്നില്ലേ?
ഞാനൊന്ന് ആഡ് ഓൺ ചെയ്യട്ടെ. ഞാൻ ചെയ്യും നേരത്തെ ചെയ്യും. പറഞ്ഞല്ലോ, സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള പല കാരണങ്ങളുമാണ്. ഇപ്പൊ നമ്മള് പറയാറുണ്ട്, ഒരുപാട് നമ്മുടെ അസുഖം എന്ന് പറയുന്നത് സൈക്കോസൊമാറ്റീവ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അതായത് നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് കാരണം സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നലുകൾ അനുഭവപ്പെടും. ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ പറഞ്ഞതുപോലെ എന്താ പറയാ, നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ചേഞ്ച് നമ്മളിലേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്കൊരു മുറിവുണ്ടായി, ഒരു ദിവസം നിങ്ങൾ ഓയിൽമെന്റ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുറച്ച് ഹീൽ ആവുള്ളൂ, അല്ലേ? കുറച്ചും കൂടെ പിറ്റേ ദിവസം കൂടെ ചെയ്താലാണ്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് അത് കംപ്ലീറ്റ്ലി ഹീൽ ആയിട്ട് പോവുള്ളൂ. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹീൽ ചെയ്യപ്പെടാതെ കിടക്കുന്ന പല റീസൺസ് കൊണ്ടാണ് ഈ സ്ട്രെസ്സും കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ആദ്യം ചെയ്യുന്ന സമയത്ത് പെയിൻ അനുഭവപ്പെടും, സങ്കടങ്ങൾ അനുഭവപ്പെടും, ടെൻഷൻ അനുഭവപ്പെടും, ഇങ്ങനെ പറയുന്ന പല സംഭവങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഗ്രാജുവലി സ്ലോലി 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 നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്ത് ചിന്തിക്കണം, ഹലോ, ഓക്കെ, എന്ത് ചിന്തിക്കണം. ഇപ്പൊ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. മുടി കഴിച്ചിലൊക്കെ ഡെഫിനറ്റ്ലി, അതാണ് ഞാൻ പറഞ്ഞത്, ഫിസിക്കൽ ചേഞ്ചസ് വരെ സംഭവിക്കും. സെല്ലുകൾ വരെ മാറിയിട്ട് നമ്മുടെ കളർ, നമ്മുടെ ഫേസിന്റെ ഗ്ലോ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ്. നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങും. നമ്മൾ ഹെൽത്തിനെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പല മാറ്റങ്ങളും നമുക്ക് സംഭവിക്കും. അപ്പോൾ യു ഹാവ് ടു ഡു ഈസ് എന്താണ്, കണ്ടിന്യൂ ദ പ്രോസസ്, ബി കൺസിസ്റ്റന്റ്, ബി പ്രൊട്ടക്റ്റീവ് ഓൺ ഡെയിലി ബേസിസ്. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നടക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഡിയർ. താങ്ക് യു. എല്ലാവരുടെ ഫീഡ്ബാക്കും കേട്ട് വെരി ഹാപ്പി ഫോർ ദിസ്. താങ്ക് യു ആൻഡ് വെരി മച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ ഓഫ് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്കോ ഡൗട്ട്സോ ക്ലിയർ ചെയ്യാനുള്ള ഉണ്ടാവും, പറയാനെന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പറഞ്ഞ അല്ലാത്ത പോയിന്റ്സും ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളെപ്പോഴും പറയലുണ്ട്, നമ്മൾ പഠിച്ചു വരികയാണ്, പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇല്ലതോ അല്ലെങ്കിൽ കണക്റ്റ് ആയ മെമ്മറീസോ എന്തോ ആഡ് ചെയ്യാവുന്നതാണ്. റമീഷ മാം, തസ്ലീമ മാം, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഷമോദ മാം, മുർഷിമ, മൊയ്തീൻ കുട്ടി സർ, ഇസ്ലാമ, ആമില മാം. ഓക്കെ, ഹായോ, പറഞ്ഞോളൂ, കുഴപ്പമില്ല. ടൈം ഉണ്ടല്ലോ അല്ലേ ഷെയർ ചെയ്യാൻ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. എന്താ വെച്ചാല് ഞാൻ +1 പഠിക്കുകയാണല്ലോ. അപ്പൊ എനിക്കൊരു ടീച്ചർ ഉണ്ട് ഇംഗ്ലീഷിന്റെ. അപ്പൊ ഞാനിപ്പോ നേരത്തെ തസ്നി മാം പറഞ്ഞപ്പോ ഒരു കാര്യം കണക്ട് ആയി. മാം പറഞ്ഞല്ലോ, നമുക്ക് ഫിസിക്കലി വരുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മുടെ ഈ മെഡിറ്റേഷൻ ക്യൂർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ എന്റെ ടീച്ചർ ഉണ്ട്, ആൾക്കൊരു 2018 ഇങ്ങനെ ക്യാൻസർ വന്നതാണ്. ആള് ഭയങ്കര പോസിറ്റീവാണ്, കണ്ടാലൊന്നും ഒരു കുഴപ്പമില്ല, എപ്പോഴും ഭയങ്കര പ്ലസന്റ് ആയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ട് ആളിരിക്കാം. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ മാമിനോട് ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് മാം ഇത്ര പോസിറ്റീവ് ആയിരിക്കുന്നത്, എപ്പോഴും സ്മൈലിങ്, കീപ് സ്മൈലിങ്, മുഖത്ത് എപ്പോഴും ഒരു ചിരി ആൾക്ക് ഉണ്ടാകും. അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോ മാമിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. 2018 ജസ്റ്റ് ഒരു ചെറിയ വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ എത്തിയ ആൾക്ക് ക്യാൻസർ ആണ് എന്നറിഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു ആള് മരിക്കും, വിത്തിൻ 2 months ആള് മരിക്കും എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആള് ഭയങ്കര ഔട്ട് ഓഫ് കൺട്രോൾ, മൈൻഡൊക്കെ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി. മാം പറയട്ടെ, ഞങ്ങളോട് ഷെയർ ചെയ്യാണ് ഞങ്ങളുടെ ടീച്ചർ, കയ്യിൽ നിന്ന് പോയി. ആള് ഭയങ്കര ടെൻസ്ഡ് ആയി, ഡിപ്രസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മാം അന്ന് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു ഇത്ര, ആ ഒരു ടൈം പ്രസന്റ് മൊമെന്റ് മാം എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതായത് മെഡിറ്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യത്തിൽ മാമിന്റെ മൈൻഡിനെ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻഗേജ് ചെയ്തപ്പോ മാം പറഞ്ഞ ഒരു മിറാക്കിൾ പോലെ, ഇപ്പൊ 2025 മാം ഞങ്ങളോട് ഷെയർ ചെയ്യുമ്പോ പറഞ്ഞത്,
ഇത്രയും വർഷമായി. ആഫ്റ്റർ ദാറ്റ് 7 years ആയി. അതിനുശേഷം മാം ഇപ്പോഴും മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ മാമിന്റെ കൂടെ അന്ന് ഹോസ്പിറ്റലിൽ കടന്ന ബാക്കിയുള്ള പേഷ്യൻസ് ഇപ്പോഴും ഡിപ്രഷനും ഇതിനൊക്കെ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. മാം അങ്ങനെ ഒന്നും എടുക്കാതെ എങ്ങനെ മാം ഇത്ര പോസിറ്റീവായി പോകുന്നത് ചോദിച്ചപ്പോ മാം പറഞ്ഞത് ഒന്ന് മാമിന്റെ മെഡിറ്റേഷൻ, അതേപോലെ തന്നെ മാമിന്റെ എക്സസൈസ്. ഡെയിലി എന്നും രാവിലെ മാം അറ്റ്ലീസ്റ്റ് ഒരു 10 to 20 minutes എങ്കിലും വാക്കിംഗ്, മെഡിറ്റേഷൻ, അങ്ങനെ ലൈഫ് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളൊക്കെ കേൾക്കുമ്പോൾ ക്യാൻസർ വരുമ്പോ ഭയങ്കര വലിയ രോഗമാണ്, അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആവുന്നെങ്കിലും ഇങ്ങനെയൊക്കെ ലൈഫിൽ നടന്നിട്ടും അങ്ങനെയൊക്കെ അത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ലൈഫിൽ ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും. അപ്പൊ ഞാനിപ്പോ തസ്നി മാം അത് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം വന്നത് ആ കാര്യമാണ് ഓർമ്മ വന്നത്. അപ്പൊ ജസ്റ്റ് ഇത് ബാക്കിയുള്ളവർ കൂടിയും ഒന്ന് ഇൻസ്പയർ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ്. എനിവേ താങ്ക് യു. താങ്ക് യു ഹയ. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെ പല എക്സ്പീരിയൻസ് നമ്മൾ പുസ്തകങ്ങളിലും വീഡിയോസിലൊക്കെ കേൾക്കാറുണ്ട് മെഡിറ്റേഷൻ യൂസ് ചെയ്തിട്ട്. ഇനി അനുദർവൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ എക്സ്പീരിയൻസ് കണക്ട് ചെയ്യാനുള്ളതുണ്ടോ? പിന്നെ തസ്ലീം മാം നമ്മളെ മുർഷീദ് മാം ചാറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ക് വീഡിയോ മോഡിൽ വന്ന് ഫീഡ്ബാക്ക് പറയാൻ പറ്റാത്തതുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിരുന്നോങ്ങള് ഓക്കെ 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 മെഡിറ്റേഷൻ ഓക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ക് എനർജി പാസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ വെരി ഗുഡ്. ഈ എനർജി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ നിങ്ങൾക്ക് ഒരു എനർജി കിട്ടിയിട്ടുണ്ടാവും. ഈ എനർജിയിൽ തന്നെ ഉറങ്ങുക. മാക്സിമം ഇന്നിപ്പോ ഫുഡൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നന്നായി ഫുഡ് കഴിക്കുക. ഓൾസോ നന്നായിട്ട് വെള്ളം കുടിക്കുക. വൺസ് യു വേക്ക് അപ്പ് മോർണിംഗ് നാളെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. Yes, inshallah. ഒരുപാട് മിറാക്കിൾസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹയ പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക്, ഇപ്പൊ നമ്മളെ കണക്ട് ചെയ്യുന്നവരായാലും എന്റെ പേഴ്സണൽ ലൈഫിലായാലും ഒരുപാട് മിറാക്കിൾസ് മെഡിറ്റേഷൻ ഈ ഒരു റൂട്ടീനിലേക്ക് നമ്മൾ മാറിയ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനി വരുന്ന സംഭവങ്ങളിലൊക്കെ ഇനി വരുന്ന സമയത്ത് വി കൻ ഷെയർ മോർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു ഫസ്റ്റ് ലെവലാണ്, ബേസിക് ഒരു സ്റ്റാർട്ടിംഗ് ലെവലാണ്. ഇതിന്ന് തുടങ്ങിയിട്ട് നെക്സ്റ്റ് ലെവൽ ഉണ്ട്, ഒരുപാട് ലെവൽസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ. Thank you, ma'am. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാനുള്ളതുണ്ടോ? ഹലോ, ഹലോ, ആ പറഞ്ഞോളൂ, ഓഡിബിൾ ആണ്. എനിക്കൊന്ന് പറയാനുണ്ടേ. എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടോ. ഞാനിങ്ങനെ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം വേറെ ചില ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരായിരുന്നു. അപ്പോഴാണ് ക്ലാസ് കേൾക്കുന്നത്. എന്തായാലും നല്ല എഫക്റ്റീവായി, ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഫുള്ള് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഭയങ്കര സന്തോഷം. താങ്ക് യു മാം. റിസ്ലാനിൽ മാം നമ്മളെ ഫെസ്റ്റിന് വന്ന ആളാണോ? ഹലോ, ആ, ഫെസ്റ്റിവൽ വന്നിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. പേര് പെട്ടെന്ന് നോട്ട് ചെയ്തായിരുന്നു. താങ്ക് യു റിസ്ലാമ. അങ്ങനെ ഒരുപാട് ആരെങ്കിലും ഉണ്ടോ? ഷുഹൈന, ഷമുദ മാം, ഹിബ മാം, മൊയ്തീൻ കുട്ടി സർ, റിയാസ് സർ, എനിവൺ? ആർക്കെങ്കിലും പേടി കാരണം അല്ലെങ്കിൽ മടി കാരണം പറയാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയാട്ടോ. നമ്മളിവിടെ ആരെയും ജഡ്ജ് ചെയ്തിരിക്കുന്നതല്ല. നിങ്ങളൊക്കെ വളരണം, നമുക്കും കൂടെ വളരണം എന്ന മോട്ടീവിലാണ്. ആരും നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുന്ന ഒന്നുമില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ എന്താ പറയുക ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യൻ മാം സെഷൻ എടുത്ത സമയത്തും പറഞ്ഞത് നിങ്ങളൊന്ന് ഗ്രോ ചെയ്ത് വരും, നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്ത് പോകാമെന്നില്ലാണ്. ആർക്കെങ്കിലും അങ്ങനെ പേടിയോ മടിയോ ഉണ്ടെങ്കിൽ ഇതിനൊന്ന് മാറ്റി വെച്ച് മുന്നോട്ട് വരിക കേട്ടോ. നമ്മളെന്നും പറയലുണ്ട് ഇത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഷുവൈന മാം, ആമില മാം, ഷമുദ മാം, തസ്ലീമ മാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവുന്നല്ലേ. അഫ്സൽ സർ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? ആ മിസ്ന, വേറെ ആർക്കും ഫീഡ്ബാക്സ് ഇല്ല, വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും തസ്ലീമ മിസ് ബാക്ക് ആഫ്റ്റർ ലോങ് ടൈം. ഇനി അങ്ങോട്ട് തസ്ലീമാമിന്റെ ടൈമാണ്. തസ്ലീമാം ഒന്ന് റിജുവനേറ്റ് ചെയ്ത് വന്നതാണ്, ഒന്ന് റിനോവേറ്റ് ചെയ്ത്, ഒന്ന് റിജുവനേറ്റ് ചെയ്ത്, ഒന്ന് റീജോസ് ചെയ്യാൻ വന്നതാണ്. അതായത് താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് എവ്രിവൺ. ഹലോ, തസ്ലീമ പറഞ്ഞു. 3.0 മാം വരാത്തതിന്റെ വിഷമം മാറി മോരിപ്പോ മാമിന്റെ മെഡിറ്റേഷൻ ചെയ്തിട്ട്.
താങ്ക് യു മാം. ശരി അമേസിങ്. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് മാമിന്റെ മെഡിറ്റേഷൻ കേൾക്കുന്നത്. എനിക്ക് 2.0 ഏറ്റവും എഫക്റ്റീവ് ആയത് മാമിന്റെ മെഡിറ്റേഷൻ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പൊ സാറിന്റെ ആദ്യത്തെ പോസ്റ്റിലൊക്കെ തസ്നി മാം ഉണ്ടായിരുന്നു, പിന്നെയാണ് മഹ്മൂദ് മാമിനെ കണ്ടിരുന്നത്. തസ്നി അതെ മാം അതെ എന്തായാലും ഇല്ലാതിരുന്ന് കുറെ വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ ആ ഒരു ഇത് മാറി മാമിന്റെ മെഡിറ്റേഷൻ ഇപ്പൊ അതെ കേട്ടപ്പോ. പെട്ടെന്നൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമായിട്ട് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പൊ അങ്ങനെ മാറ്റി തരും. താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു മാം. എല്ലാരും വിഷമം മാറ്റാനേ നമുക്ക് 4.0 ഒരു മാസീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ മെഡിറ്റേഷൻ കമ്മിങ് സൂൺ. ഓക്കെ, തസ്നി മാമിന് ഫാൻസ് പവർ ഉണ്ട് അപ്പോ, ഫാൻ ബേസ് മാഷാഅല്ലാ. അറിയില്ല. മൈൻഡ് അപ്പ് യുവർ നൗ. താങ്ക് യു എവരിവൺ. താങ്ക് യു റസ്നി മാം. ബൈ ബൈ. ഗുഡ് നൈറ്റ്. മാം പറഞ്ഞ ഈ എനർജി യൂസ് ചെയ്ത് ഇന്ന് തൊട്ട് എന്റെ ഹാബിറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, നാളെ തൊട്ട് തുടങ്ങാന്നുള്ള മെന്റാലിറ്റി മാറ്റി വെക്കുക കേട്ടോ. ഈ മൊമെന്റിൽ നിങ്ങൾ സെൽഫിനെ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ ഏറ്റവും നല്ല അച്ചീവ്മെന്റ്സും സക്സസ് ഒക്കെ ഇതിലേക്ക് നേടാൻ വേണ്ടി പറ്റിയിട്ട്. ഓക്കെ, താങ്ക് യു.